ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ന്യൂ ഇയറിലെ ആദ്യത്തെ ദിവസം തന്നെ ദൈവമക്കളുമായിട്ട് ദൈവത്തിന്റെ വചനവുമായി നിൽപ്പാൻ കർത്താവ് ഒരുക്കി തന്ന വലിയ അവസരത്തിന് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. കഴിഞ്ഞ ഒരു വർഷം ദൈവം നമ്മളെ ഒരു വർഷമല്ല മുന്നോട്ട് കഴിഞ്ഞ നാളുകളിലൊക്കെയും ദൈവം നമ്മളെ വളരെ അനുഗ്രഹമായിട്ട് ദൈവം നടത്തി. ഇന്ന് പുതിയ വർഷത്തിലേക്ക് നമ്മൾ വളരെ പ്രതീക്ഷയോടെ നമ്മൾ വീണ്ടും സ്റ്റെപ്പ് വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവം നമ്മളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് നമ്മൾ സ്തോത്രം പറഞ്ഞുകൊണ്ട് പുതിയ ചില പ്രതീക്ഷയോടെയാണ് നമ്മളെല്ലാവരും 2021 നമ്മളായിരിക്കുന്നത്. എല്ലാവർക്കും ഞാൻ കർത്താവില് അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന പുതുവത്സര ആശംസകൾ നേരുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്ന് നമ്മൾ കേട്ടതുപോലെ യഹോവയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഇന്ന് ഞാൻ ഈ ആശയവുമായിട്ട് ചേർന്ന് ചില കാര്യങ്ങൾ പറയാനൊക്കെ തന്നെയാണ് ഇന്ന് ഇരുന്നത്. അത് തന്നെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് ആരാധിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞ കാര്യവും യഹോവയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു. അതിനുശേഷം പാസ്റ്റർ പറഞ്ഞ ആശയം തന്നെയായിരുന്നു, മോശയുടെ കൈ ഉയർന്നിരിക്കുമ്പോൾ അമാലേക്കർ ജയിക്കും. അപ്പൊ ആ പ്രാർത്ഥനയുടെ ഒരു വലിയ ഒരു പ്രവൃത്തി ഈ ദിവസങ്ങൾ നമ്മുടെ പ്രെയർ ലൈനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാസ്റ്റർ പറഞ്ഞതുപോലെ അനേക ഹന്നമാരെ ദൈവം അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് വീണ്ടും സ്തോത്രം ചെയ്യുന്നു. പ്രെയർ ലൈനിന്റെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഞാൻ കുറച്ച് നല്ല ബിസി ആയിരുന്നു. എനിക്കതുകൊണ്ട് ഒത്തിരി ദൈവമക്കൾ എല്ലാവരെയും ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വരുന്ന പുതിയ വർഷം നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന്റെ വർഷമാക്കി ദൈവം തീർക്കട്ടെ. കഴിഞ്ഞ ഡിസംബർ മാസമാണ് ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്നിരിക്കുന്ന ഒരു ആലോചനയായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തില് കർത്താവ് ആ പടകിൽ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. എനിക്ക് ആ ഭാഗത്ത് ഏറ്റവും ഇഷ്ടമുള്ളതായിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, കർത്താവ് ശീമോനോട് അനുവാദം ചോദിച്ചിട്ടൊന്നുമല്ല ദൈവം ആ പടകിൽ കയറിയത്. കർത്താവിന് ഒരു നിശ്ചയമുണ്ടെങ്കിൽ, ദൈവത്തിനൊരു താല്പര്യമുണ്ടെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കേണ്ട സമയം അത് ഏത് മേഖലകളിലായാലും, നമ്മുടെ ഭൗതിക മേഖലകളിലായാലും നമ്മുടെ ആത്മീയ മണ്ഡലങ്ങളിൽ എവിടെയാണെങ്കിലും ദൈവത്തിന്റെ സമയം ആകുവാണെങ്കിൽ ഇന്ന് ഞാൻ വിശ്വസിക്കുന്ന കാര്യം, പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി. അവിടെ നമുക്ക് വായിക്കുമ്പോൾ കർത്താവ് കയറി ഇരുന്നതായിട്ടേ പറയുന്നുള്ളൂ. അതിനുശേഷമാണ് കർത്താവ് പറയുന്നത് കരയിൽ നിന്ന് അല്പം നീക്കണം. കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അതിനുശേഷമാണ് ദൈവം പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ അനുഗ്രഹത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒന്ന് വിശ്വസിച്ചാൽ മതി. നമ്മൾ കർത്താവിന്റെ സമയത്തേക്ക് നമ്മൾ അടുത്ത് വന്നാൽ കർത്താവ് കയറി വരും. ദൈവം തക്ക സമയത്ത് നീക്കുവാൻ കൽപ്പിക്കും. നമ്മൾ നീക്കിയാൽ മതി. ദൈവം ആഴത്തിലേക്ക് നീക്കുവാൻ അല്ലെങ്കിൽ ആഴത്തിലേക്ക് നീക്കി ആ മീൻപിടുത്തത്തിന് വലയിറക്കുവാൻ ദൈവം പറയുമ്പോൾ കൽപ്പിച്ചത് അനുസരിച്ച് മാത്രം മതി. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നമ്മുടെ പ്രെയർ ലൈനിൽ ദൈവം വെളിപ്പെടും. ദൈവത്തിന്റെ വലിയ ആ ഒരു പ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ അസാധാരണമായിരിക്കുന്ന ഒരു പ്രവൃത്തി നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. ഇതുപോലെ വലിയ ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മുടെ പ്രെയർ ലൈനെ ദൈവം കൊണ്ടുപോകും. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്, നമ്മുടെ പദ്ധതിയല്ല. കർത്താവിന്റെ പദ്ധതിക്ക് നമ്മൾ വിധേയപ്പെട്ട് നിൽക്കുമ്പോൾ ഹല്ലേലൂയ, അത് വചനം പറയുന്നുണ്ട്, അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു, അല്ലെ? അപ്പൊ ആ പടകെല്ലാം വന്നതെല്ലാം മുങ്ങുമാറാകുവോളം അത് നിറച്ചു. ഇതുപോലെ ഒരു നിറവ് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ പ്രെയർ ലൈനില്, നമ്മുടെ കൊതിയ ആഗ്രഹവും മുഴുവൻ അതാണ്. ആത്മാക്കളെ, അനേക ആത്മാക്കളെ, അല്ലാതെ അതിന്റെ ഒരു പേര് കിട്ടാനോ ആ ഒരു പ്രശസ്തിക്കോ ഒന്നും വേണ്ടിയിട്ടല്ല ദൈവത്തിന്റെ ദാസനത് തുടങ്ങിയത്. അത് ദൈവത്തിന്റെ ആലോചന പ്രകാരം ഇത് തുടങ്ങിയതായിരിക്കുന്ന പ്രെയർ ലൈനാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രെയർ ലൈനാണെന്ന് പറയുന്നത് പോലെ തന്നെ അത് ദൈവത്തിൻ്റെത് മാത്രമാണ്. അതുകൊണ്ട് അതിനകത്തുള്ളതായിരിക്കുന്ന സകല മഹത്വം അത് ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ ദൈവം അത് ചെയ്യും. പക്ഷെ വല ഇറക്കുക, ഈ പറഞ്ഞതുപോലെ പ്രെയർ അത് ഒരു വലയാണ്. പാസ്റ്റർ എപ്പോഴും പറയുന്ന ഒരു ആശയമാണ്, അത് പ്രെയർ എന്ന് പറയുന്ന ഒരു നെറ്റാണെന്ന്. അപ്പൊ അതുകൊണ്ട് വല ഇറക്കിയാൽ മതി. ദൈവത്തിന്റെ അതിശയവും അത്ഭുതകരമായിരിക്കുന്ന പ്രവൃത്തി ദിവസങ്ങളിൽ കാണുവാൻ സ്വർഗം നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം തരട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. 2021 നമ്മൾ എത്തി നിൽക്കുമ്പോൾ വലിയ സാക്ഷ്യങ്ങളും അത്ഭുതങ്ങളും എല്ലാം നമുക്ക് പറയാനായിട്ടുണ്ടാവട്ടെ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് വചനത്തിലേക്ക് കടക്കാം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന പരിശുദ്ധനായിരിക്കുന്ന ദൈവമേ, സ്വർഗ്ഗ പിതാവേ, കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ നാമത്തെ ഉയർത്തുന്ന കർത്താവെ,
അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നതുകൊണ്ട് സ്തോത്രം. കർത്താവെ, വചനം കേൾപ്പാൻ ലൈനിലായിരിക്കുന്ന ഓരോ കർത്താവെ ഹാലലുയ ദൈവത്തിന്റെ ദാസന്മാരെ ദൈവം അനുഗ്രഹിക്കണമേ. എന്റെ കർത്താവെ, വചനത്തിന് വേണ്ടി ഹൃദയങ്ങളെ ദൈവം തുറന്ന് ഹാലലുയ അതിന്റെ ആഴങ്ങളെ ഗ്രഹിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും ദൈവം സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കണമേ. എന്റെ കർത്താവെ, അതിന്റെ ബുദ്ധിമണ്ഡലങ്ങളിൽ നിന്നല്ല ആത്മാവിന്റെ ആലോചനയായി അത് കർത്താവെ ഒഴുകി ഇറങ്ങണമേ. എന്റെ കർത്താവിന്റെ മഹത്വം മാത്രം ഉയർന്നിരിക്കണമേ. അവിടുത്തെ ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എല്ലാം എന്ന് പറയാൻ പറ്റില്ല, ഏതാനും ചില ദിവസങ്ങൾ കർത്താവ് എന്നോട് ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നു ബൗണ്ടറീസ്, അതിരുകൾ എന്നുള്ളതായിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ ഈ ബൗണ്ടറീസ് ഇത് തന്നെ എന്റെ ഉള്ളത്തില് ഈ ഒരു വാക്ക് ഇങ്ങനെ കയറി വരാനായിട്ട് ഇടയായി. പല കാര്യങ്ങള് ഞാൻ പല വിഷയങ്ങൾ സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ അതിൽ നിന്നെല്ലാം ഇങ്ങനെ തെന്നി മാറി ലാസ്റ്റ് ഈ ബൗണ്ടറീസ് എന്നുള്ളതായിരിക്കുന്ന ഒരു ക്യാപ്ഷന്റെ അണ്ടറിൽ ഞാൻ വന്ന് നിൽക്കുമായിരുന്നു ചെയ്തത്. ആ വിഷയത്തോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്താണ് ഈ അതിരുകൾ, അല്ലെങ്കിൽ വചനം പറയുന്നതായിരിക്കുന്ന അതിരുകൾ, എന്തൊക്കെ ടൈപ്പിലുള്ളതായിരിക്കുന്ന അതിരുകളുണ്ട്, എന്താണ് അതെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഇന്ന് ചിന്തിക്കും. ഒപ്പം തന്നെ എബേസിന്റെ അതിരുകൾ പറയുമ്പോൾ തന്നെ നമുക്കറിയാം, എബേസിന്റെ അതിർ വിശാലമാക്കിയ ഒരു ദൈവം, ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇന്നത്തെ ആ ഒരു ന്യൂ ഇയറിലുള്ളതായിരിക്കുന്ന ആ ഒരു വചനം അല്ലെങ്കിൽ ആ ഒരു പ്രോമിസ് തന്നെ ഇത് തന്നെയാണ്. നമ്മുടെ അതിരുകളെ ദൈവം വിശാലമാക്കും. പല ന്യൂ ഇയറിലും നമ്മൾ ഇത് കേൾക്കാറുണ്ട്. പക്ഷേ ഞാൻ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഇത് എപ്പോഴും കേൾക്കുന്ന പോലെ ആയിരിക്കത്തില്ല. ഈ വർഷം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ ചെറിയ ദൈവം അത് വിശാലമാക്കും. ദൈവത്തിന്റെ അത് പദ്ധതിയാണ്, അത് വ്യക്തമായിരിക്കുന്ന ദൈവിക ആലോചനയാണ്. ദൈവമക്കളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മുടെ ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ അതിരുകളെ ദൈവം വിശാലമാക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ എപ്പോഴും അത് ആനന്ദത്തോടെ നമ്മൾ ആ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കാനായിട്ട് നമ്മൾ ഉത്സാഹിക്കണം. ആ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ അത് വചനമായിട്ട് തന്നെ ഞാൻ പറയുന്ന കാര്യമാണ്. അതിനെ നമ്മൾ ആ വചനമായിട്ട്, അത് കർത്താവായിട്ട് തന്നെ നമ്മൾ വചനത്തെ അക്സെപ്റ്റ് ചെയ്യണം. അപ്പോ ബേദൽ ചർച്ചിലൊക്കെ ആയിരിക്കുന്ന സമയത്ത്, ബാംഗ്ലൂർ ബേദലേച്ചിലായിരിക്കുന്ന സമയത്തൊക്കെ പാസ്റ്റർമാർ വന്നിട്ട് ഇങ്ങനെ ചർച്ചിൽ ഇങ്ങനെ പറയും, നിങ്ങൾ പ്രാപിച്ചോ എന്ന് പറയും. അപ്പൊ ആദ്യം ഒന്നും മനസ്സിലാവാറില്ല, എന്താ ഈ പ്രാപിച്ചോ എന്ന് പറയുന്നത്. പിന്നെയാണ് മനസ്സിലാവുന്നത്, അതിൽ നിന്നുള്ളതായിരിക്കുന്ന ആ ദൈവത്തിന്റെ ശക്തി ആ വചനത്തിൽ കൂടെ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ ആ വചനത്തിന്റെ ശക്തി വ്യാപരിക്കുന്നത്. ഇപ്പോ നമ്മുടെ വായിലൂടെ അത് കയറി ഇറങ്ങുമ്പോഴാണ് ആ ദൈവവചനത്തിന്റെ ശക്തി വ്യാപരിക്കുന്നത്. പാസ്റ്റർമാർ എപ്പോഴും പറയാറുണ്ട്, വിശുദ്ധന്മാരുടെ വായിലൂടെ ആ വചനം കയറി ഇറങ്ങുമ്പോൾ അത് വലിയ മിറക്കിൾസിലേക്ക്, അല്ലെ വലിയ അതിശയത്തിന്റെ വാക്കുകളിലേക്ക്, അല്ലെ ആ പ്രവൃത്തിയുടെ പൂർത്തീകരണത്തിലേക്ക് അത് മൂവ് ചെയ്യുന്നത് വിശുദ്ധന്മാരുടെ വായിലൂടെ ആ വാക്കുകൾ കയറി ഇറങ്ങുമ്പോഴാണ്. അന്നേരമാണ് ഓരോ അത്ഭുതങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തോണം, ഇതേ വചനങ്ങൾ നമ്മുടെ വായ കൊണ്ട് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് എപ്പോഴും പാസ്റ്റർ പറയുന്നത്, നമ്മൾ ഈ വചനങ്ങൾ, നമ്മൾ വിശ്വാസം പറയണം, നമ്മൾ വചനം പറയണം എന്നുള്ളതിന്റെ പിന്നിൽ ആയിരിക്കുന്ന കാര്യം. അപ്പൊ ഈ പ്രാപിച്ചോ എന്ന് പറയുമ്പോൾ ആദ്യം ഒന്നും മനസ്സിലായില്ല, പിന്നീടാണ് കാര്യങ്ങൾ മനസ്സിലായത്. ആ ദൈവിക ശക്തി പുറപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അതിലൂടെ വ്യാപരിക്കുന്ന വചനത്തിന്റെ ശക്തിയാൽ അത്ഭുതങ്ങൾ നടക്കും. ചില സമയത്തൊക്കെ ആ വചനം പറയുമ്പോൾ വളരെയധികം ആത്മാവിൽ ആരാധിച്ച് ആ ഒരു ലെവലിൽ കയറിയതായിരിക്കുന്ന അനുഭവങ്ങളൊക്കെ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു ഇന്നിങ്ങനെ ഇരുന്നപ്പോ. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്ന് രാവിലെ ഞാൻ ആ ബൗണ്ടറീസ് അല്ലെങ്കിൽ അതിരുകൾ എന്നുള്ളതായിരിക്കുന്ന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ വേഗത്തിൽ ഇന്ന് രാവിലെ ദൈവം തന്നതായിരിക്കുന്ന ഒരു ചിന്ത ഞാൻ പങ്കുവെച്ചിട്ട് ഞാൻ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ വചനം ഇവിടെ ഷെയർ ചെയ്യണം എന്നുള്ളതും കർത്താവിന്റെ ആലോചനയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം ഇതിനോടനുബന്ധിച്ച് തന്നെ ഞാൻ ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വചനം 61 അധ്യായം 7 വാക്യം, 7 മുതൽ നമുക്ക് 10 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. യെശയ്യാവ് 61:7 അവിടെ ഇങ്ങനെ പറയുന്നു, നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും, ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും, നിത്യാനന്ദം അവർക്കുണ്ടാകും. യഹോവയായി ഞാൻ ന്യായത്തെ ഇഷ്ടപ്പെടുകയും അന്യായമായ കവർച്ചയെ വെറുക്കുകയും ചെയ്യുന്നു. ഞാൻ വിശ്വസ്തയോടെ അവർക്ക് പ്രതിഫലം കൊടുത്ത് അവരോട് ഒരു ശാശ്വത നിയമം ചെയ്യും. ജാതികളുടെ ഇടയിൽ അവരുടെ സന്തതിയെയും വംശങ്ങളുടെ മധ്യേ അവരുടെ പ്രജയെയും അറിയും. അവരെ കാണുന്നവരൊക്കെയും യഹോവ അവരെ അനുഗ്രഹിച്ച സന്തതി എന്ന് അറിയും. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും, എന്റെ ഉള്ളം എന്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും
മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടുവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനം ഇത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി എന്നോട് ഈ വചനത്തിലൂടെ ദൈവം ഈ ദിവസങ്ങളിൽ നമുക്ക് ചില ഇരട്ടിയായിരിക്കുന്ന പ്രതിഫലം ദൈവം നമുക്ക് നൽകാൻ പോവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം കിട്ടും. കാര്യം കുറെ നാളുകൾ ലജ്ജ വഹിച്ചുകൊണ്ട് പോയവർ, അതാണ് ഞാൻ എബ്ബേസിന്റെ ജീവിതമായിട്ട് ഇത് കണക്ട് ചെയ്ത് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്. നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം, അല്ലെ? ലജ്ജ ധരിക്കാത്തവരായിട്ട് അല്ലെങ്കിൽ ലജ്ജയുടെ അനുഭവങ്ങളിലൂടെ അല്ലെങ്കിൽ അത് കടന്നു പോകാത്തവരാരും എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ പലരുടെ മുമ്പിലൊക്കെ ഒത്തിരി അപമാന വിഷയങ്ങളായി തീർന്നായിരിക്കുന്നു. ഒത്തിരി വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഞാനും എന്നെ തന്നെ ഒന്ന് എക്സാമിൻ ചെയ്ത് എന്റെ ജീവിതത്തിലേക്ക് നോക്കിയപ്പോൾ ഒത്തിരി കാര്യങ്ങൾ വളരെ ഷെയിംഫുൾ ആയി എനിക്ക് ഫീൽ ചെയ്തായിരിക്കുന്നു. ഒത്തിരി അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. അപ്പൊ ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു ഇൻസിഡന്റ് ഞാനിന്ന് ഇങ്ങനെ ഓർത്തു. ഞാൻ എന്റെ സ്കൂളിലെ 7th ഗ്രേഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ ഫാദർ, ഞാൻ കുറച്ച് സാക്ഷിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫിനാൻഷ്യലി ഞങ്ങൾ ഒത്തിരി ടോപ്പിൽ നിന്നൊരു ഫാമിലി ആയിരുന്നു. പക്ഷെ ഒന്നുമില്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിച്ചേർത്തപ്പെട്ടിരിക്കുന്ന ഒരു സമയം. ആ സമയത്തൊക്കെയാണ് ഞാൻ എന്റെ സ്കൂൾ നാളുകളിൽ മുഴുവൻ ആ ഒരു അനുഭവത്തിലൂടെ ഞാൻ കടന്നുപോയി. കഷ്ടിച്ച് ആഹാരം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭവനത്തിൽ ആഹാരം ഉണ്ട്, അത്രയ്ക്കേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എന്ന് വെച്ചാൽ വലിയ സമൃദ്ധിയൊന്നുമില്ല, അത്യാവശ്യം കഴിച്ചു പോകാനുള്ളതുണ്ട്. പക്ഷെ ഒരു ലക്ഷറിയസ് സാധനങ്ങളോ അല്ലെങ്കിൽ ഒന്നും അങ്ങനെ ചെറുപ്പത്തിൽ മേടിക്കാനോ അങ്ങനെ അങ്ങനെയുള്ളതായിരിക്കുന്നു ഒന്നും ഒരു അവസ്ഥയല്ലായിരുന്നു ഞങ്ങളുടെ അന്നത്തെ കാലത്ത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഓർത്തു, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പരീക്ഷാ ഫീസ് അന്ന് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു സ്റ്റാമ്പ് കൂടെ കിട്ടും. ഈ പരീക്ഷാ ഫീസ് അങ്ങനെ എല്ലാം കൂടെ പറഞ്ഞ് 2.5 രൂപയാണ് അന്നത്തെ പരീക്ഷാ ഫീസ്. അപ്പൊ ആ 2.5 രൂപ ഓൺ ടൈമിൽ കൊടുക്കാനായിട്ട് എന്റെ പേരൻസിന്റെ കയ്യിൽ അന്നേരം ഇല്ല. അപ്പൊ പറഞ്ഞ അടുത്ത ദിവസം കൊടുക്കാം, അല്ല ഇന്ന പോലെ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു, അന്ന് 2 രൂപ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പൈസയുണ്ട്, നമുക്കറിയാലോ. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവമേ അത് ഇല്ലല്ലോ, ഇനി എങ്ങനെ സ്കൂളിൽ പോകും, ഒരു രക്ഷയില്ല. അങ്ങനെ വിചാരിച്ച് ഞാൻ സ്കൂളിൽ ചെന്നു. അപ്പൊ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 3 ആണോ 4 ആണോ കുട്ടികൾ ചേർന്ന് എനിക്ക് പൈസ തന്നു. ഞാൻ അവരുടെ അടുത്ത് ഇന്ന ദിവസം കഴിയുമ്പോൾ എന്റെ വീട്ടിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞു, ഇന്ന ദിവസം ഞാൻ നിങ്ങൾക്ക് പൈസ തരാം എന്ന് പറഞ്ഞ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ച്, ഇത് ഡിലേ ആവാതിരിക്കാൻ, അല്ലെങ്കിൽ ടീച്ചർ ക്ലാസ്സിൽ എഴുന്നേപ്പിച്ച് നിർത്തും ഫീസ് അടയ്ക്കാത്തവരെ, അത് വരാതിരിക്കാൻ വേണ്ടി ഈ 4 കുട്ടികളുടെ കയ്യിൽ നിന്ന് മേടിച്ച് ഫീസ് കൊടുത്തു കഴിഞ്ഞ് ഒരു ദിവസം അത് കുറച്ച് ദിവസങ്ങളും കൂടി കടന്നുപോയി ഒരാഴ്ച കഴിഞ്ഞു. അപ്പൊ മറ്റേ കുട്ടികൾക്ക് കൊടുക്കാന്ന് പറഞ്ഞ ഡേറ്റില് എനിക്ക് പൈസ കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഈ ഒരു കുട്ടി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഒരുമാതിരിയൊക്കെ എന്നോട് സംസാരിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ഇൻസൾട്ടിങ് ആയിട്ട് തോന്നി. ദൈവമേ, ഇനി എന്ത് ചെയ്യും, എനിക്ക് ഒന്നും ചെയ്യാനും പറ്റുന്നില്ല, ഇത് കൊടുക്കാനും പറ്റുന്നില്ല, ഒരു മാർഗ്ഗവും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പൊ ഇവളിങ്ങനെ എന്റെ അടുത്തിരിക്കുന്ന കുട്ടിയാ. അപ്പൊ ഇവളിങ്ങനെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ടീച്ചർ ചോദിച്ചു, എന്താ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അവൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഇന്ന പോലെ ഞാൻ പൈസ മേടിച്ചു, ഇതായിരുന്നു കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ടീച്ചർ ചോദിച്ചു, വേറെ ആരുടെങ്കിലും കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടോ എന്ന് വെച്ചു. അപ്പൊ ബാക്കി കുട്ടികളും എഴുന്നേറ്റു. അപ്പോ എന്റെ ടീച്ചറുടെ വിചാരം, എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചർക്ക് അറിയാം എന്റെ പപ്പയുടെ വീടിന്റെ അടുത്തുള്ള ഒരു ടീച്ചറായിരുന്നു അത്. അപ്പൊ പറഞ്ഞു, ഇത് എന്ത് കാര്യത്തിന് ഇങ്ങനെ ഇത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ റിയൽ ബാക്ക്ഗ്രൗണ്ട് പുള്ളിക്കാരിക്ക് അറിയില്ല, ഞങ്ങളുടെ കസിൻസിന്റെയും ബാക്കിയുള്ളവരുടെയൊക്കെ അറിയാവുള്ളൂ, ഇത് ശരിയല്ലല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ എന്റെ പേഴ്സണലായിട്ട് വിളിച്ചുകൊണ്ട് പോയി. ക്ലാസ്സിൽ മൊത്തമായിട്ട് ടീച്ചർ വളരെ റൂഡായിട്ട് സംസാരിക്കാനായിട്ട് ഇടയായി. അന്ന് ഞാൻ കരഞ്ഞ കരച്ചിൽ ഇപ്പോഴും ഞാനിങ്ങനെ വിചാരിക്കും, അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ലജ്ജയുടെ ഇതായിരുന്നു. പക്ഷെ കർത്താവ് ആ നാണത്തിന് പകരം ഇന്ന് ഇരട്ടിയാണോ എന്ന് ഞാൻ ചിന്തിച്ചു നോക്കിയപ്പോ ഇത് ഇരട്ടിയിലൊന്നും അല്ല നിൽക്കുന്നത്. അപ്പൊ ദൈവം ഒരുത്തരെ അനുഗ്രഹിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ദൈവത്തിന് ഏത് വിധേനയും എത്ര ലെവലിലും ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ദൈവമക്കളടുത്ത് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, നമ്മൾ ഏത് വിഷയത്തിനകത്താണോ, ഒരുപക്ഷെ നമ്മുടെ തലമുറകളുടെ വിഷയത്തിനായിട്ടായിരിക്കാം, തലമുറ നമ്മുടെ ജീവിതത്തിലെ ലജ്ജയ്ക്കായിട്ടായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, അതല്ലെങ്കിൽ നമ്മുടെ അന്വേഷിക്കുന്ന ഒരു പാർട്ട്ണർ നമുക്ക് കിട്ടാത്തതായിരിക്കും. ഏത് വിഷയമാണോ നമ്മുടെ ജീവിതത്തിൽ ലജ്ജയ്ക്ക് എന്തെങ്കിലും വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് പിശാച് വിചാരിക്കും അത് ലജ്ജയ്ക്കായി അവളെ ലജ്ജ മൂടിപ്പിച്ച് അത് ശരിയാക്കാന്നുള്ള രീതിയിൽ പൈശാചിക മണ്ഡലങ്ങൾ ഇരിക്കുമ്പോഴും ദൈവത്തിന്റെ വചനം പറയുന്നു ഇരട്ടിയായി. അല്ലെ, അവിടെ 2 പ്രാവശ്യം വചനം ഇങ്ങനെ പറയുന്നുണ്ട്. യെശയ്യാവിന്റെ ആ പ്രവചനത്തിൽ 2 പ്രാവശ്യം നമുക്കത് കാണാൻ പറ്റും. ഇരട്ടിയായി എന്നുള്ള 2 വാക്കുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും, നിത്യാനന്ദം അവർക്കുണ്ടാകും. അപ്പൊ അതുകൊണ്ട് എന്നും ഷെയിംഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് അല്ല ദൈവം നമ്മൾക്ക് നൽകാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ഒരു നിത്യാനന്ദത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു സന്തോഷം, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ദൈവം നമുക്ക് ചില അത്ഭുതങ്ങളെ, ഇരട്ടി അവകാശങ്ങളെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകും. 8ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നു,
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഞാൻ വിശ്വസ്തയോടെ അവർക്ക് പ്രതിഫലം കൊടുത്തു. കാരണം ദൈവം വിശ്വസ്തന. ഈ വിശ്വസ്തത എന്തിന്റെ ബേസിൽ? നമ്മളോട് ദൈവം ഒരു വാക്ക് പറഞ്ഞു, ആ വിശ്വസ്തത നമ്മൾ അത് ഓർത്തേച്ചാൽ മതി. ആ ദൈവം വിശ്വസ്തന. ആ വാക്ക് പറഞ്ഞ ദൈവം അതിശയവും അത്ഭുതവുമായി നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളെ ഈ ദിവസങ്ങളിൽ ചെയ്യും. ഒരു വലിയ ഒരു ഹോളി സ്പിരിറ്റിന്റെ മൂവ് ഞാൻ അനുഭവിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുപോലെയുള്ള ഒരു വലിയ ഒരു ദൈവിക സാന്നിധ്യം ഈ വചനം ഞാൻ സംസാരിക്കുമ്പോൾ ദൈവമക്കളോട് ഇടപെടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവം ഒരു പ്രതിഫലം, വിശ്വസ്തയോടെ ദൈവം ഒരു പ്രതിഫലം കൊടുക്കും. അത് നമ്മുടെ യോഗ്യത നോക്കിയിട്ടല്ല കർത്താവ് ചെയ്യുന്നത്. ദൈവം വിശ്വസ്തനായിരുന്നത് കൊണ്ട് വാക്ക് പറഞ്ഞു മാറാത്ത ദൈവത്തിന്റെ വിശ്വസ്തത ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി വ്യാപരിക്കും. അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ജാതികളുടെ ഇടയിൽ അവരുടെ സന്തതിയെയും വംശങ്ങളുടെ മധ്യേ അവരുടെ പ്രജയെയും അറിയും. അവരെ കാണുന്നവരൊക്കെയും അവരെ യഹോവ അനുഗ്രഹിച്ച സന്തതി എന്നറിയും. അല്ലെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട്. അല്ലെ, നമ്മുടെ മക്കളുള്ള എല്ലാവരുടെയും ഒരു പ്രാർത്ഥനാ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് അവരെ അനുഗ്രഹിക്കണം. അല്ലെ, ദൈവത്തിന്റെ ആഗ്രഹം അത് തന്നെയാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ അനുഗ്രഹിച്ച് നമ്മൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇതുപോലെ തന്നെ ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നതും യഹോവ നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നതും യഹോവ അനുഗ്രഹിച്ച സന്തതി, അല്ലെ, അത് ഈ ദിവസങ്ങളിൽ നിറവേറാൻ പോകുക. ദൈവം അത്ഭുതമായിട്ട് ആ വിഷയത്തിനകത്തൊക്കെ കർത്താവ് ഇടപെടാൻ പോകുക. ഈ വചനപ്രകാരം ദൈവം നമ്മളോട് ഈ ദിവസങ്ങളിൽ അത്ഭുതങ്ങളെ ദൈവം ചെയ്യും. കാരണം വചനം ഇതാ പറയുന്നേ, യഹോവ അനുഗ്രഹിച്ച സന്തതി എന്ന് മറ്റുള്ളവർ അറിയും. അല്ലെ, നമ്മുടെ മക്കളെ നോക്കിയിട്ട് ഈ ദിവസങ്ങൾ അത് അങ്ങനെ തന്നെ നമ്മൾ ഏറ്റു പറയണം. ഈ വചനം കേൾക്കുമ്പോൾ ഏറ്റു പറയണം, ജാതികളുടെ ഇടയിൽ അവരുടെ സന്തതിയെയും വംശങ്ങളുടെ മധ്യേ അവരുടെ പ്രജയെയും അറിയും. അവരെ കാണുന്നവരൊക്കെയും അവരെ യഹോവ അനുഗ്രഹിച്ച സന്തതി എന്നറിയും. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിശയമായിട്ട് ഈ വിഷയത്തിനകത്ത് നമ്മുടെ മേലെല്ലാം ദൈവം ഇടപെടട്ടെ. ദൈവത്തിന്റെ വചനത്താൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, ബൗണ്ടറീസ് എന്നുള്ളതായിരിക്കുന്ന ഒരു ആശയം എന്റെ ഉള്ളത്തിൽ വന്നു. അപ്പോ ചില ബൗണ്ടറീസ് നമുക്കറിയാം, പലതരത്തിലുള്ളതായിരിക്കുന്ന അതിരുകളുണ്ട്. അല്ലെ, നമ്മൾ വചനത്തിലുള്ള സമയം ഇന്നില്ല. ഇന്ന് ഞാൻ ചുരുക്കം ചില ആശയങ്ങൾ മാത്രം അതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. പിന്നെ ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ. ഈ യെശയ്യാവിന്റെ പ്രവചനം 61-ന്റെ 7-ാമത്തെ വാക്യം, ദൈവമക്കളെ നിങ്ങളത് എഴുതി വെച്ച് ഈ ദിവസങ്ങളിൽ ആ അവരെ യഹോവ അനുഗ്രഹിച്ച സന്തതി എന്ന് അറിയണം. നമ്മുടെ മക്കളെ അങ്ങനെ അറിയണം. അതുകൊണ്ട് ദിവസങ്ങൾ നമ്മുടെ ഇന്നു മുതലുള്ള ഒരു പ്രാർത്ഥനയിൽ ഒരു വാക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. രണ്ടാമതായിട്ട് എബ്ബേസിന്റെ അതിർ ദൈവം വിശാലമാക്കി അതൊരു കണ്ടിന്യൂസ് പ്രെയർ ആയിട്ട് ദിവസങ്ങളിൽ മാറ്റപ്പെടട്ടെ. കർത്താവ് എന്നോട് പറഞ്ഞു, ഒറ്റ ദിവസം പോലും ആ പ്രാർത്ഥന ഞാൻ ഇടയ്ക്കൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷെ ഇന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ശക്തമായിട്ട് എന്നോട് ഇടപെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പ്രാർത്ഥന കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവം മറുപടിയായിട്ട് ഇറങ്ങും. അതിന്റെ ഒരു റീസണും കൂടെ ഞാൻ പിന്നീട് ഞാൻ ആ ഭാഗം പറയുമ്പോൾ നമുക്ക് ആ വിഷയമായിട്ട് കൂടുതൽ മുന്നോട്ട് സംസാരിക്കാം. അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് ആശയങ്ങൾ ഇന്ന് കേൾക്കുമ്പോൾ തന്നെ, ഇന്ന് ജനുവരി 1 2021 അപ്പൊ അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾ ദൈവത്തിന്റെ സന്തതിയാണെന്ന് അറിയണം. 2, നമ്മുടെ അതിരുകളെ ദൈവം വിശാലമാക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ഇന്നു മുതലുള്ള പ്രാർത്ഥനയിൽ എന്നും നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. കാരണം അത് ദൈവത്തിൽ നിന്നുള്ള ഒരു ആലോചന ആയതുകൊണ്ട് ഞാൻ അത് മറുകൂടാതെ ദൈവമക്കളുടെ മുമ്പിൽ അത് ഞാനിന്ന് പ്രസ്താവിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പൊ ബൗണ്ടറീസ് പലതരത്തിലുണ്ട്, പല അതിരുകളുണ്ട്. ചിലത് ദൈവമായിട്ട് ചില ബൗണ്ടറീസ് നമ്മുടെ ജീവിതത്തിൽ ദൈവം വെക്കും, ചില അതിരുകളെ ദൈവം വെക്കും. ചില ബൗണ്ടറീസ് നമുക്കറിയാം, നമ്മളായിട്ട് ചില അതിരുകൾ നമ്മൾ വെക്കും. ഞാൻ ഇത്രയ്ക്കേ ഉള്ളൂ, ഇവിടെ വരെ ഉള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ചില ബൗണ്ടറീസ്, അല്ലെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ചില ബൗണ്ടറീസ് ഉണ്ട്. ഇതുകൂടാതെ നമ്മുടെ ജീവിതത്തിൽ വേണ്ട ചില ബൗണ്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, വിശ്വാസികളുമായിട്ട് ഇടയില്ല പിടകൂടരുത്, ഞാൻ ഇവിടം വരെ പോകാവുള്ളൂ. വചനത്തിന്റെ ബേസിൽ ഞാൻ നോക്കിക്കഴിയുമ്പോൾ ഞാൻ ഇവിടം വരെ പോകാവുള്ളൂ എന്നുള്ളതായിരിക്കുന്ന ഒരു അതിര്, അത് വചനപ്രകാരമുള്ളതായിരിക്കുന്ന ചില അതിരുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷേ നമ്മുടെ വാക്കുകൾ കൊണ്ട് തന്നെ നമ്മൾ ചില സമയത്ത് എന്ത് ചെയ്യും, ചില ബൗണ്ടറീസ് നമ്മൾ അങ്ങോട്ട് ഉണ്ടാക്കും. എനിക്ക് എന്നെ ഇത്രയത്തിന് കൊള്ളത്തുള്ളൂ, ചില കാര്യങ്ങൾക്ക് എന്നെ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇടുന്നതായിരിക്കുന്ന ചില ലിമിറ്റേഷൻസ് എന്ന് അതിനെ പറയാം. ചില ലിമിറ്റേഷൻസ്, അല്ലെ, നമുക്ക് ആ ഒരു ബൗണ്ടറി ഇത് മതി എന്നുള്ളതായിരിക്കണം നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഇത് കൂടാതെ മനുഷ്യർ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കുന്ന ചില ബൗണ്ടറീസ് ഉണ്ട്. നമ്മുടെ ചുറ്റുപാടുമുള്ളവര്, അല്ലെ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ വീടിന്റെ ഉള്ളിൽ പലരും ചില കാര്യങ്ങൾ പറയും, ഇത്രയ്ക്കേ ഉള്ളൂ എന്ന് പറയുന്നതായിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്.
ഇതിലൊക്കെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിശാച് ചിലത് പറയും നീ ഇവിടം വരെ പോയാൽ മതി ഇല്ലേ, ചില ബൗണ്ടറീസ് ചില വാക്കുകളിലൊക്കെ ഞാൻ അങ്ങനെ തന്നെ കേട്ടിട്ടുണ്ട്. ഇവിടം വരെ പോയാൽ മതി, അല്ലെങ്കിൽ ഇത്രയ്ക്കും മതി എന്ന് പറയുന്നതായിരിക്കുന്ന ചില പൈശാചിക ശബ്ദങ്ങൾ ഉയർന്നിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നതല്ല, കർത്താവ് പറയുന്നത് മുന്നോട്ട് പോകാം. കർത്താവിന് ഒരിക്കലും ഇവിടെ കൊണ്ട് നിർത്താനായിട്ടുള്ള ഒരു പദ്ധതിയില്ല. അവിടെ കൊണ്ട് മതി എന്ന് പറയുമ്പോഴും ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് മുന്നോട്ട് പോകാനാണ്. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അപ്പൊ ഈ ബൗണ്ടറീസിനെ കുറിച്ച് നമുക്ക് നോക്കി കഴിയുമ്പോൾ കർത്താവ് ഈ ഭൂതലത്തിന്റെ തന്നെ അവസ്ഥയിലേക്ക് നമുക്ക് നോക്കുമ്പോൾ ഈ ഭൂമിക്ക് തന്നെ ദൈവം ചില ബൗണ്ടറീസ് ഇട്ടിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം അതിന്റെ 26-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഭൂതലത്തിൽ എങ്ങും കൂടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. ദൈവം ഇട്ടിരിക്കുന്ന ചില അതിരുകളുണ്ട്. എന്തിനാണ് ദൈവം ഈ ഭൂമിക്ക് പോലും ഈ ഭൂതലത്തിൽ പോലും എന്തുകൊണ്ട് ദൈവം അതിരുകളും കാലങ്ങളും നിശ്ചയിച്ച് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വേണ്ടിയിട്ടാ, അവരുടെ നിവാസത്തിന് വേണ്ടിയിട്ടാ. ഒരുത്തിനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കിയിട്ട് ദൈവം അതിരുകളും കാലങ്ങളും നിശ്ചയിച്ച് വെച്ചേക്കുക. അപ്പോ നമ്മളൊന്ന് ആലോചിച്ചോണം, ആ അതിരിട്ട ദൈവത്തിന് അറിയാൻ വയ്യേ നമ്മുടെ ജീവിതത്തിൽ ചില അതിരുകൾ ദൈവം ഇട്ടിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, അതിനുള്ളൊരു ഉദ്ദേശം ദൈവത്തിനുണ്ട്. ഈ ഭൂമണ്ഡലത്തിലെ അതിരുകൾ നമുക്കാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ദൈവം വെച്ചിരിക്കുന്ന ചില അതിരുകൾക്കുള്ളിൽ നാം നിൽക്കണം. നാം ഒരിക്കലും ആ അതിര് ജമ്പ് ചെയ്യുവാനായിട്ടുള്ള എത്രയെല്ലാം പ്രശ്നങ്ങൾ എങ്ങനെയെല്ലാം വന്നാലും നമ്മുടെ മുമ്പില് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം കിട്ടുന്നില്ലെങ്കിലും ദൈവം ഇട്ടിരിക്കുന്നതായിരിക്കുന്ന ഒരു ബൗണ്ടറി ഉണ്ട്, ദൈവം വെച്ചിരിക്കുന്നതായിരിക്കുന്ന ചില ക്രൈറ്റീരിയകളുണ്ട്. അതിൽ നിന്ന് ഒരു സ്റ്റെപ്പ് പോലും അങ്ങോട്ട് മറികടക്കാൻ ഇടയാവാതെ ഈ ദിവസങ്ങളിൽ ശക്തമായി ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനായിട്ട് ദൈവം നമ്മളെ ഇടയാക്കട്ടെ. കാരണം ദൈവം ഇട്ട ആ ചില അതിരുകൾ നമുക്കറിയാം, ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് അവയ്ക്ക് കടന്നുകൂടാത്ത ഒരു അതിര് ദൈവം ഇട്ടു. എവിടെയാ ദൈവം ഇട്ടു? ഭൂമി ആ സമുദ്രത്തിന് ഒരിക്കലും എത്ര വലുതായിരിക്കുന്ന ഗർഭം കൂടിയിട്ട് എന്തെല്ലാം കാണിച്ചാലും ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് ദൈവം ഇട്ട ഒരു അതിരുണ്ട്. ഇങ്ങനെ സകല വിഷയത്തിനകത്തും വെളിച്ചത്തിന്റെ കാര്യത്തിലായാലും ഇരുട്ടിന്റെ കാര്യത്തിലായാലും ഒക്കെ നമുക്കറിയാം, ഇയ്യോബിന്റെ പുസ്തകത്തിലെല്ലാം നമുക്കത് വായിക്കാൻ പറ്റും. ദൈവം വെള്ളത്തിന്റെ മേലെ ഒരു അതിർ വരച്ചിരിക്കുക. ദൈവം വരച്ചിരിക്കുന്ന ചില വരകളുണ്ട്, അത് വിട്ടിട്ട് അതിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. ഭൂസീമകളെ മുഴുവൻ ദൈവമാണ് സ്ഥാപിച്ചതെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. അപ്പൊ ആ ദൈവം ഇട്ട അതിരിന്റെ ഉള്ളിൽ നിൽപ്പാൻ ദൈവം ഈ വർഷം മുഴുവൻ നമ്മളെ സഹായിക്കട്ടെ. അതിരിട്ട് ദൈവം നമ്മളെ സൂക്ഷിക്കുവാൻ ദൈവം ശക്തനാ. അതിരുകളെ കുറിച്ച് പഠിക്കുമ്പോൾ ഒത്തിരി ആശയങ്ങൾ വചനത്തിന്റെ ഉള്ളിൽ കാണും. ദൈവം നമ്മളെ വേലി കിട്ടി ദൈവം നമ്മളെ സൂക്ഷിക്കും. ആ പ്രൊട്ടക്ഷൻ അകത്താണ് നമ്മളായിരിക്കുന്നത്. പിന്നെ ദൈവം വെച്ചിരിക്കുന്ന ചില ക്രൈറ്റീരിയ ഉണ്ട്, അത് വിട്ട് ജമ്പ് ചെയ്യുവാനും നമുക്ക് പാടില്ല. ആ പ്രൊട്ടക്ഷന്റെ ഉള്ളിൽ നമ്മൾ നിൽക്കണമെങ്കിൽ നമ്മൾ ആ ദൈവത്തോട് ചേർന്ന് ഈ ദിവസങ്ങൾ കർത്താവിന്റെ ആ കൽപ്പനകൾ അനുസരിച്ചൊക്കെ നമുക്ക് ആ ഒരു കരവലയത്തിന്റെ ഉള്ളത്തിലായിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്തൊരു വലിയ ഭാരം വെച്ചിരിക്കുന്നു അല്ലെ. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യരുടെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി അല്ലെ. ഇതൊക്കെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളതാ. തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. സമൃദ്ധി ഇതിലൊക്കെ ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ആ വല എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ആ ഒരു ചുറ്റുപാട് അതിനുണ്ട്, അതിന്റെ ഉള്ളിലുള്ളൂ. അപ്പൊ ദൈവം എന്തുകൊണ്ട് ആ വലയിൽ നമ്മളെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുതുകത്തൊരു വലിയ ഭാരം അവിടെ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് മനുഷ്യരെ നമ്മുടെ തലയിൽ കയറി ദൈവം ഓടിക്കുമാറാക്കുന്നു? സ്റ്റിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, പക്ഷെ സ്റ്റിൽ വീണ്ടും കയറി ഓടുന്നുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ തീയിലും വെള്ളത്തിൽ കൂടി ഒക്കെ കടക്കേണ്ടി വന്നാലും ഒരു സമൃദ്ധിയിലേക്ക് ദൈവം കൊണ്ടുവരും. അത് ദൈവത്തിന്റെ പദ്ധതി. അതിലൂടെ എല്ലാം നമ്മൾ കടന്നു വരുമ്പോൾ വളരെ വലിയ ദൈവിക പദ്ധതികൾ ഈ ദിവസങ്ങളിൽ കാണുവാൻ സ്വർഗം നമ്മളെ സഹായിക്കട്ടെ. അതുപോലെ സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, അവർ ആ ദേശത്ത് ഇസ്രായേൽ മക്കളെ വിളിച്ച് ദൈവം കൊണ്ടുവന്ന് അവർ ആ ദേശത്ത് എത്തുമ്പോൾ ഒക്കെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ദേശത്തിന് ഒരു അതിര് ഇങ്ങനെ ആയിരിക്കണം. ദൈവം കുറെ അതിരുകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ജാതികളുടെ അതിർത്തികളെ ദൈവം അവിടെ നിശ്ചയിക്കുക. ഇങ്ങനെ ജാതികൾക്ക് ഇവിടെ എത്രയുള്ള അതിർത്തി, നിങ്ങൾക്ക് ഇതാണ് അതിർത്തി എന്ന് പറഞ്ഞ് ദൈവം അതിർത്തികളെ ദൈവം നിശ്ചയിച്ച് ദൈവം കൊടുക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. ഇങ്ങനെ നമ്മൾ വചനത്തിലുടനീളം അങ്ങ് ഉൽപ്പത്തി മുതൽ നമ്മളിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി സ്ഥലങ്ങളില് ദൈവം ഈ ഒരു ബൗണ്ടറി ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ളതായിരിക്കുന്ന ദൈവത്തിന്റെ ചില ഉദ്ദേശങ്ങളെ നമുക്ക് കാണാനായിട്ട് പറ്റും. അവിടെ 1 ദിനവൃത്താന്തം, ഞാൻ ആ എബ്ബേസിന്റെ കാര്യത്തിലേക്ക് വേഗത്തിൽ കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എബ്ബേസിന്റെ കാര്യം പ്രാർത്ഥന പറയുന്നത് നമുക്കറിയാം, 1 ദിനവൃത്താന്തം 4:9 നമ്മൾ എപ്പോഴും വായിക്കുന്ന കാര്യമാണ്. ഞാൻ വേഗത്തിൽ ആ വാക്യം ഒന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു.
അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. യബ്ബേസ് ഇസ്രയേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ഇവിടെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ ചില ബൗണ്ടറീസ്, എബേസിന്റെ ജീവിതത്തിലും ചില ബൗണ്ടറീസ് ഉണ്ട്. ദൈവം അറിഞ്ഞു തന്നെയാണ് അവന്റെ ജീവിതത്തിലും അതിരുകൾ വന്നത് എന്ന് നമുക്കറിയാം. എന്തുകൊണ്ട് അതിര്? അവന്റെ അമ്മ അവനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് എബേസിന് പേരിട്ടു അല്ലെ. ആ പേരിന്റെ അർത്ഥവും നമുക്കറിയാം, ബോർഡ് ഇൻ പെയിൻ, വ്യസനപുത്രൻ എന്നാണ് ആ പേരിന്റെ അർത്ഥം. അപ്പോൾ ഇവനെ വിളിക്കുവാനോ അല്ലെങ്കിൽ ഇവനോടൊന്ന് സംസാരിക്കുവാനോ ഇവനുമായിട്ട് മിങ്കിൾ ചെയ്യാനോ ഇവനുമായിട്ട് ഇവന്റെ ജീവിതത്തിൽ ഇവന് ഒറ്റപ്പെട്ട ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നെന്ന് നമുക്ക് ഇതിന്റെ പേരിനോടുള്ള ബന്ധത്തിൽ നമുക്കറിയാൻ പറ്റും. നമ്മൾ ഒത്തിരി പ്രസംഗങ്ങളൊക്കെ ഇതുമായിട്ട് അനുബന്ധിച്ച് കേട്ടിട്ടുള്ള കാര്യം. അതുകൊണ്ട് അതിന് ആ എബേസിനെ കുറിച്ച് ഒത്തിരി ഒന്നും ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എബേസിന്റെ ജീവിതത്തില് എബേസിന്റെ ആ ലൈഫുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ലൈഫുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്താൽ നമുക്കും അറിയാം, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മളെ കാണുന്നത് തന്നെ ചിലർക്ക് ഇഷ്ടമല്ല അല്ലെ. അപ്പൊ മോർദെഖായിനെ കാണുന്നത് തന്നെ ഹാമാന് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പൊ ചിലർക്ക് നമ്മളെ കാണുന്നത് പോലും ഇഷ്ടമില്ല, നമ്മുടെ പ്രസൻസ് ഇഷ്ടമില്ല. ഇങ്ങനെയുള്ളതായിരിക്കുന്ന അനുഭവങ്ങൾ പലരും എന്നെ കേൾക്കുന്ന ചിലരുടെയെങ്കിലും ജീവിതത്തിലൊക്കെ ഉണ്ടായിരിക്കും, അറിയത്തില്ല. പക്ഷേങ്കിൽ അപ്പൊ ആ അമ്മയിട്ട ആ പേര് തന്നെ അവനവിടെ ഒതുങ്ങിപ്പോയി അല്ലെ, നമുക്ക് കാണാൻ പറ്റും. അപ്പൊ മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് വേണ്ടുന്നത് പോലെ ഒന്ന് തല ഉയർത്തി നിൽക്കാൻ പറ്റാത്തതുപോലെ പല അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പൊ ചില പ്രശ്നങ്ങൾ കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്കൊന്ന് സ്റ്റേണായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. ഒരുപക്ഷെ നമ്മുടെ തലമുറകളെ ചിന്തിച്ചുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ വിഷയങ്ങൾക്കകത്തോ ഏതെങ്കിലും മേഖലകൾക്കായിട്ട്, ചിലപ്പോൾ കുടുംബ പ്രശ്നങ്ങളിലോ എന്ത് വിഷയങ്ങളിലോ ഭാരങ്ങളിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ അവസ്ഥകളിൽ ഈ ദുഃഖത്തിന്റെ അവസ്ഥകൾ അല്ലെ, മറ്റുള്ളവരുടെ മുമ്പിലൊന്ന് സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റാത്തതുപോലെയുള്ള അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പൊ എന്നെ കേൾക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെ, എന്നെ വേണ്ട, എനിക്ക് എന്നും ദുഃഖം മാത്രമാണ്, ദുഃഖത്തിന്റെ പുത്രനാണ്, മുന്നോട്ട് പോകാനായിട്ട് ഒരു വഴിയില്ല, ഏത് സൈഡിലേക്ക് നോക്കിയാലും അല്ലെ, ചുറ്റുപാടിലേക്ക് മുന്നോട്ടോ പുറകോട്ടോ സൈഡിലേക്ക് എവിടെ നോക്കിയാലും എങ്ങനെ ഈ പ്രോബ്ലത്തെ ഓവർകം ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇവിടെയാണ് ആ എബേസിന്റെ പ്രാർത്ഥനയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് അവിടെ കിടക്കുന്നത് അല്ലെ. എബേസിനെ നോക്കി കഴിയുമ്പോൾ അപ്പ എബേസ് പറയുന്നത്, അതുകൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിര് ദൈവം വിശാലമാക്കണം, ദൈവത്തിന്റെ കൈ എന്റെ കൂടെ ഇരിക്കണം. അത് രണ്ടുമായിരുന്നു എബേസിന്റെ പ്രാർത്ഥന. എബേസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, മാന്യൻ എന്ന് അവിടെ പറയുന്നുണ്ട് അല്ലെ, സഹോദരന്മാരെക്കാളും ഒക്കെ മാന്യനായിരുന്നു. ഈ മാന്യത എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ആദ്യത്തെ ഭാഗം വായിക്കുമ്പോൾ 1 ദിനവൃത്താന്തം 4 അത് തുടങ്ങുമ്പോൾ നമുക്കറിയാം. അവിടെ തുടങ്ങുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ യഹൂദ ഗോത്രത്തിലെ ആ ഭാഗം പറഞ്ഞുകൊണ്ട്, ആ ഭാഗം ഞാൻ ഇപ്പൊ വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവിടെ യഹൂദയുടെ പുത്രന്മാർ എന്ന് പറഞ്ഞാണ് ആ ഭാഗം മുഴുവൻ അവിടെ തുടങ്ങുന്നത്. അപ്പൊ നമുക്കറിയാം യഹൂദ എന്ന് പറയുമ്പോൾ തന്നെ ആ മാന്യത അവിടെ നിന്ന് വന്ന് സ്തുതിക്കുന്നവന്റെ ജീവിതത്തിലുള്ളതായിരിക്കുന്ന ഒരു അവസ്ഥ ഇല്ലേ എബേസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എബേസിന്റെ ജീവിതത്തില് ആ സ്തുതിയുടെ അനുഭവമാണ് തന്നെ ആ ഒരു പ്രാർത്ഥനയിലേക്കും തന്നെ കൊണ്ടുവന്നതെന്ന് വിശ്വസിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളിപ്പോ ഒരു വിശ്വാസി ആന്ന് മാത്രം പറഞ്ഞത് കൊണ്ട് ഒരിക്കലും വിശ്വാസം റിഫ്ലക്ട് ചെയ്യണമെന്ന് ഒരിക്കലും ഇല്ല. ഫാസ്റ്റ് പറയണ പോലെ കാർ ഗരാജ് കയറിയിരുന്ന ഒരിക്കലും കാർ ആവണം നിർബന്ധമില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മള് പെന്തക്കോസ്ത് വിശ്വാസിയാന്ന് പറഞ്ഞാൽ പെന്തക്കോസ്തിന്റെ അനുഭവം ഉള്ളവരായിരിക്കണം എന്ന് വലിയ നിർബന്ധങ്ങളൊന്നുമില്ല. പക്ഷെ എബേസിന്റെ ആ സഹോദരന്മാരെക്കാൾ ഇവനെ മാന്യനാക്കിയത് യഹൂദ ഗോത്രത്തിൽ ജനിച്ച ആ കുടുംബത്തിന്റെ മഹിമ മനസ്സിലാക്കി ദൈവത്തെ സ്തുതിച്ചിരുന്ന ഒരു ഭക്തനായിരിക്കണം ഈ എബേസ്. എക്സാക്ട്ലി ദൈവം ആ ഒരു ലെവലിൽ പ്രാർത്ഥിക്കാനും അല്ലെ, ആ സ്തുതികളിൽ മേലെ ഇറങ്ങി വരുന്നതായിരിക്കുന്ന ദൈവം, ആ യഹൂദയുടെ സിംഹമായിരിക്കുന്ന എന്റെ കർത്താവിന്റെ ആ സന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അല്ലെ, മാന്യനായിരുന്ന എബേസ് എന്ന് പ്രാർത്ഥിച്ചെന്നാണ് നമുക്ക് അവിടെ മനസ്സിലാക്കുന്നത്. അവിടെ പറയുന്നത് ഏറ്റവും മാന്യനായിരുന്നു, തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. ഈ മാന്യത നമുക്കറിയാം, നമ്മളെയും ദൈവം എന്ന വിലയേറിയവരും മാന്യരുമായിട്ട് ദൈവം നമ്മളെ കണ്ടിരിക്കുക. നമുക്ക് എവിടുന്ന ഈ മാന്യത ലഭിച്ചത്? നമുക്ക് മാന്യത ലഭിച്ചത് കാൽവരി ക്രൂശിലെ രക്തത്താല. നമ്മുടെ ജീവിതത്തിലെ ഒരു യോഗ്യത കൊണ്ടും അല്ല, ആ ക്രൂശിലെ രക്തം കൊണ്ട് നമ്മളെയും ദൈവം ഇത് മാന്യന്മാരാക്കി ദൈവം വെച്ചിരിക്കും. ഈ മാന്യത നമുക്ക് ലഭിച്ചത് ആ ക്രൂശിലെ രക്തം കൊണ്ട് മാത്രമാണ്. ആ മാന്യത നമുക്ക് ലഭിച്ചത്. ഇന്നും നമ്മൾ ദൈവസന്നിധിയിലേക്ക് ഈ എബേസിനെ പോലെ ആ കർത്താവിന്റെ മാന്യതയാല് മാന്യന്മാരാക്കപ്പെട്ട നമ്മളും ദൈവത്തോട് ചെന്നിങ്ങനെ പ്രാർത്ഥിക്കണം. ദൈവമേ, എന്നെ നിശ്ചയമായി എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിർ അവിടുന്ന് വിശാലമാക്കണം. ദൈവത്തിന്റെ കൈ എന്നോട് കൂടി ഇരിക്കണം അല്ലെ. ദൈവത്തിന്റെ കൈ എന്റെ കൂടി ഇരുന്നാൽ അത്ഭുതങ്ങൾ നടക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ കൈ കൂടി ഇരിക്കുമ്പോൾ ചില അത്ഭുതങ്ങൾ നടക്കും. ദൈവത്തിന്റെ വലം കൈ വീര്യം പ്രവർത്തിക്കും അല്ലെ. ആ കൈയെ കുറിച്ച്, ആ ദൈവത്തിന്റെ കരത്തെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. പലപ്പോഴും നമുക്കറിയാം, മനുഷ്യര് നമ്മളെ പല രീതിയിൽ നമ്മളെ ഒതുക്കി കളയാൻ
ചെയ്യാനായിട്ട് നോക്കും അല്ലേ. ഇപ്പൊ ആ ഒരു പേരിന്റെ ഇത് വന്നതോടുകൂടെ തന്നെ പ്രശ്നങ്ങൾ, ഓരോരോ രീതിയിലുള്ള പ്രശ്നങ്ങളും എബേസിന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. പക്ഷേങ്കിൽ നമുക്കറിയാം, ഇന്ന് രാവിലെ ഞാനതിങ്ങനെ ഓർക്കുമായിരുന്നു. ഇന്ന് രാവിലെ എനിക്ക് ഒരു ആന്റി ഒരു മെസ്സേജ് അയച്ചു തന്നെ. അതിനകത്തുള്ള ഒരു പ്രസംഗമായിരുന്നേ. അതിനകത്ത് ഇങ്ങനെ ഒരു കാര്യം ഞാൻ കേൾക്കാനായിട്ടിടയായി. അപ്പൊ ദൈവത്തിന്റെ ശ്വാസം അത്ഭുതങ്ങളെ ചെയ്യും എന്നുള്ളതായിരിക്കുന്ന ഒരു ആശയത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. ആ മെസ്സേജിന്റെ ഇത് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ ഇയ്യോബ് 26:13 ഇങ്ങനെ പറയുന്നുണ്ട്, അവന്റെ ശ്വാസത്താൽ ആകാശം ശോഭിച്ചിരിക്കുന്നു, അവന്റെ കൈ വിദുര സർപ്പത്തെ കുത്തിത്തുളച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ ഈ കാര്യം കേട്ട് കഴിഞ്ഞപ്പോ ദൈവത്തിന്റെ കൈ അത്ഭുതം ചെയ്യുന്ന കൈയാ. അപ്പൊ ഞാൻ ഈ എബ്ബേസിന്റെ ജീവിതത്തിൽ ഈ കൈയുമായിട്ട് ഇങ്ങനെ, ദൈവമേ അവിടത്തെ കൈ അല്ലേ, എബ്ബേസ് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരൊറ്റ കാര്യം എബ്ബേസ് പറഞ്ഞു, നിന്റെ കൈ എന്നോട് കൂടിയിരിക്കണം. ഈ ദൈവത്തിന്റെ കൈ നമ്മുടെ കൂടെ ഇരുന്നാൽ വലിയ അത്ഭുതങ്ങൾ നടക്കും. ദൈവത്തിന്റെ കൈ നമുക്ക് അനുകൂലമായിരുന്നാൽ വലിയ അത്ഭുതങ്ങൾ നടക്കും. നമുക്ക് അതിനെ കുറിച്ച് നമുക്ക് അല്പം ചിന്തിക്കുക. അപ്പൊ ഇന്ന് ഞാൻ രാവിലെ കേട്ട ആ ഒരു മെസ്സേജിലെ കാര്യമായിരുന്നു, അവന്റെ ശ്വാസത്താൽ ആകാശം ശോഭിച്ചിരിക്കുന്നു, അവന്റെ കൈ വിദുര സർപ്പത്തെ കുത്തിത്തുളച്ചിരിക്കുന്നു. അപ്പൊ ഇയ്യോബ് പറയുന്ന ഒരു ഉത്തരമാണ് ആ 1-ാം വാക്യത്തിൽ, 26-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമുക്കറിയാം ഇയ്യോബ് പറയുന്ന ഒരു ഉത്തരമാണെന്ന് പറഞ്ഞാണ് നമുക്കത് കാണുന്നത്. പക്ഷെ 25-ാം അധ്യായത്തിലേക്ക് നമ്മൾ പുറകോട്ട് നോക്കി കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും അത് ഈ ശൂഹ്യനായ ബിൽദാദിനോട് ഉത്തരം പറയുന്നതാണെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അത് 25-6 ഇങ്ങനെ ഒരു കാര്യം ബിൽദാദ് പറയുന്നുണ്ട്, ചന്ദ്രന് പോലും ശോഭയില്ല. അപ്പൊ ഒന്ന് നോക്കിക്കോണം, മനുഷ്യര് പല കാര്യങ്ങൾ പറയും അല്ലെ, ചന്ദ്രന് ശോഭയില്ല എന്ന് പറഞ്ഞ് ബിൽദാദ് പറയുന്നതിന് ഇയ്യോബ് പറയുന്ന ഉത്തരവാണ് താഴേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്, അവന്റെ ശ്വാസത്താൽ ആകാശം ശോഭിച്ചിരിക്കുന്നു. അപ്പൊ ഓരോരുത്തരും ഓരോ വിഷയത്തെ കാണുന്നതിന്റെ പ്രത്യേകതകൾ അവിടെ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ കൈ വിദുര സർപ്പത്തെ കുത്തിത്തുളച്ചിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ കൈ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നതാണ് പ്രധാനം, അല്ലാതെ ലോകം പറയുന്നോ മറ്റുള്ളവർ എന്ത് പറയുന്നതോ അതൊന്നുമല്ല പ്രധാനം. വചനം എന്ന് പറയുന്നു, നമ്മൾ ആ വചനത്തിൽ കൂടെ നമ്മൾ ഈ ദിവസങ്ങളിൽ ആ കാര്യങ്ങൾ നമ്മൾ ഏറ്റു പറയുമ്പോൾ, എന്റെ ദൈവത്തിന് സകലത് സാധ്യമാണ് എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മളത് പറയുമ്പോൾ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഈ ദിവസങ്ങൾ ചെയ്തു തരും. നമുക്കറിയാം, ദൈവം എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ദൈവം അനുവദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മളൊന്നും കൂടെ ആ കർത്താവിന് വേണ്ടി നന്നായിട്ട് ഒന്നും കൂടെ നിന്ന് ആ ഒരു ലെവലിൽ നമ്മൾ വളർന്നു വരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്നത്തെ ഇങ്ങനെ ഇരുന്നപ്പോ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നു, ഈ ടോപ്പിയറീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. നമ്മൾ ഈ പാർക്കിലോ അല്ലെങ്കിൽ എവിടെയൊക്കെ പോയി കഴിയുമ്പോൾ ആ ലാൻഡ്സ്കേപ്സ് വളരെ ബ്യൂട്ടിഫുൾ ആക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ, അതിന്റെ ഒരു ഭംഗി നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ ടോപ്പിയറീസ് നല്ല ഭംഗിയിൽ പല ഷെയ്പ്സിലൊക്കെ ഈ ഓരോ ട്രീകളൊക്കെ വെട്ടി നിർത്തി ഇരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലെ. ആ ടോപ്പിയറീസ് കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പൊ പിള്ളേരെ കൊണ്ടായാലോ അല്ലെങ്കിൽ നമ്മൾ മുതിർന്നവർക്കാണെങ്കിലോ എല്ലാവർക്കും ആ ഒരു ലാൻഡ്സ്കേപ്പിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും അട്രാക്റ്റീവ്, പൂക്കൾ ഒരു സൈഡിൽ വളരെ അട്രാക്റ്റീവ് ആണ്, പക്ഷെ സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് ഈ വെട്ടി നിർത്തി വളരെ ഭംഗിയാക്കി അല്ലെങ്കിൽ മനോഹരമായിരിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആർട്ട് വർക്ക് ചെയ്ത് ഒരു ഷേപ്പ് കൊടുത്ത് നിർത്തിയിരിക്കുന്നതായിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ടോപ്പിയറി കൂടെ കടന്നു പോകുന്ന ഒരു പ്ലാന്റ്സ് അല്ലെങ്കിൽ എല്ലാ ചെടികളെയും ഈ ടോപ്പിയറീസിന് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതെല്ലാം അത്ര ഭംഗിയായിട്ട് അല്ലെങ്കിൽ അതിനൊരു സ്പെസിഫിക് ആ ഒരു ഗ്രൂപ്പിലുള്ളതോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതിനോ മാത്രമേ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കത്തുള്ളൂ അല്ലേ. അപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമായിരുന്നു അത്. ചെറുപ്പത്തിലേക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കണം എന്നൊക്കെ ഉള്ള ഒത്തിരി പഠിക്കുന്ന സമയത്തൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് അതെങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ ഞാൻ ഒത്തിരി അതിനകത്ത് കുറച്ച് ആറാൻറ്റിയൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ലാൻഡ്സ്കേപ്പ് ബ്യൂട്ടിഫുൾ ആകാനും നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു അട്രാക്ഷൻ കിട്ടാനും ഒക്കെ ഇത് ഭംഗിയാണ്. പക്ഷെ ഒരു കാര്യം അറിയാം, ഇതിന് തോന്നിയതുപോലെ വളർന്നു പോകാനൊന്നും പറ്റത്തില്ല. ഇടയ്ക്കിടയ്ക്ക് അങ്ങ് പ്രൂൺ ചെയ്ത് അവിടെ നിർത്തും. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഭംഗിയിലും നല്ല തടിക്ക് നല്ല കട്ടി വേണം, പക്ഷെ ഈ ലീവ്സ് അധികം ഇത് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഇതെല്ലാം നോക്കി അതിന് ആ ഒരു പ്രത്യേക ഫോമിൽ ഇതിനെ എടുക്കണമെങ്കിൽ ഒത്തിരി സമയം കൺസ്യൂം ചെയ്യും. അത് ഒത്തിരി ടൈം കൺസ്യൂമിങ്. അതുപോലെ ഇത് ഏറ്റവും ഉപരിയായിട്ട് ആ ട്രീയെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു പെയിനിങ് പ്രോസസ്സാണ്. കാണാനൊക്കെ മറ്റുള്ളവർക്ക് ഭംഗിയുണ്ട്, നോക്കുമ്പോൾ കണ്ണിന് ഇമ്പമൊക്കെയാ, സംഭവമൊക്കെ നല്ലതാ. പക്ഷേ അതിന് തോന്നിവാസം വളരാനും പറ്റത്തില്ല, ഒത്തിരി സമയം എടുക്കും ആ ഒരു ലെവലിൽ എത്താൻ. കൂടാതെ തന്നെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരു കാര്യം കൂടെ നമുക്കറിയാം, ഒത്തിരി ഒരു പെയിനിങ് പ്രോസസ്സിലൂടെ അത് കടന്നു പോകും. ചില സമയത്തൊക്കെ നമുക്കറിയാം അത് കഴിഞ്ഞ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിങ്ങനെ വളയ്ക്കും. ഈ നമ്മൾ ചിലപ്പോൾ ചില നെറ്റുകൾക്ക് ഉള്ളിലായിരിക്കും അതിനെ വളർത്തുന്നത്. ആ ചെടികൾ ഒത്തിരി ഇത് പോവാതെ എന്നിട്ടാണ് അതിനെ പ്രോപ്പറായിട്ട് ട്രിം ചെയ്യുകയെല്ലാം ചെയ്യുന്നത്. ചില കേസസിലൊക്കെ ചില കുഴലിലൂടെ കടത്തിവിടും, പല ഷേപ്പുള്ള കുഴലിലൂടെ കടത്തിവിടും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിക്കൂടെ ചെടി വളരുമ്പോൾ ആ ഷേപ്പിൽ കൂടെ അതിന്റെ ആ സ്റ്റെമ്മും കാര്യങ്ങളും എല്ലാം ആ രീതിയിൽ വളരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ പ്ലാന്റ്സ്, ഈ ലക്കി ബാമ്പു എന്ന് പറയുന്ന പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ വളയ്ക്കുമ്പോൾ നമുക്കറിയാം അതിന് ചില സമയത്ത് അതിന്റെ മേലേക്കിടെ കമ്പിയെല്ലാം ചുറ്റി
അതിന് ആ ഒരു ബൗണ്ടറീസ്, അല്ലെങ്കിൽ അതിന് ഇത്ര എടുത്തേ വളരാവുള്ളൂ, അല്ലെങ്കിൽ ഇതുപോലെയാണ് എന്ന് പറഞ്ഞ് അതിനെ ആ ഒരു ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ചില സമയത്ത് അതിനെ വേണ്ടതുപോലെ ലൈറ്റ് കിട്ടാതെ, അല്ലെ, ഒരു കാർഡ്ബോർഡ് ബോക്സിന്റെ ഉള്ളിൽ, ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതോടെ പറയുന്നത്, ഒരു കാർഡ്ബോർഡ് ബോക്സിന്റെ ഉള്ളിൽ ചിലപ്പോൾ അതിനെ വളർത്തും. എന്നിട്ട് അതിനെ വളർത്തി നമ്മള് ഒരു ഭാഗത്ത് മാത്രം, കാർഡ്ബോർഡിന്റെ ഒരു ഭാഗത്ത് മാത്രം നമ്മളൊരു തുള കൊടുക്കും. അപ്പൊ അവിടെ നിന്ന് വരുന്ന ആ ലൈറ്റിന്റെ ഡയറക്ഷനിൽ ഈ ചെടി വളരാൻ പോകും. അപ്പൊ വളരുന്ന അനുസരിച്ച് ആ സ്റ്റെമ്മ് ആ ഡയറക്ഷനിൽ മാത്രമേ വളരത്തുള്ളൂ. ബാക്കിയുള്ള ഭാഗം മുഴുവൻ ഇരുട്ടാ, അതിനത്ര ഹാപ്പി അല്ല. ഇല്ലേ, പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ലൈറ്റ് ആണ് അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. പക്ഷെ ഇതിനെ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് ഈ കാർഡ്ബോർഡ് ബോക്സിന്റെ ഉള്ളിൽ വെച്ച് ഇതിനെ ഷേപ്പ് ചെയ്യുമ്പോഴത്തേനും ഈ ഒരു പ്രോസസ്സിലൂടെ അത് കടന്നു പോകേണ്ടതായിട്ട് വരും. ഇത് പ്ലാന്റിനെ സംബന്ധിച്ചോളം സ്ട്രെച്ച് ആണ്, പക്ഷെ അത് കാണുമ്പോൾ അതിന്റെ ഒരു ഭംഗി, അത് കംപ്ലീറ്റ് അത് കഴിഞ്ഞ് അത് പുറത്തെടുത്ത് കഴിയുമ്പോൾ അതിന്റെ ഭംഗി അത് വളരെ മനോഹരം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ പ്രോസസ്സ് ഭയങ്കര പെയിൻഫുള്ളാണ്. പക്ഷേങ്കിലും അത് പുറത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ പൊന്ന് കടത്തി വിടുന്ന പോലെ ദിവസങ്ങൾ നമ്മളെ പരിശോധനയിലൂടെ കടത്തിവിട്ട് വെളിയിൽ വരുമ്പോൾ അത് ഏറ്റവും മാധുര്യമുള്ള ഒന്നായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ആ ദൈവത്തിന്റെ കരം നമ്മൾക്ക് അനുകൂലമായിട്ടിരിക്കുമ്പോൾ, അല്ലെ, നമുക്ക് പ്രതികൂലമായിട്ടൊന്നുമില്ല. നമ്മൾ വചനത്തിൽ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ യെശയ്യാവിന്റെ പ്രവചനം 51:9 ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും പറയുന്ന ഒരു വചനമാണത്. യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക, ശക്തി ധരിച്ചു കൊള്ളുക, പൂർവ്വകാലത്തും പണ്ടേ തലമുറകളിലും എന്ന പോലെ ഉണരുക. രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീയല്ലയോ? സമുദ്രത്തെ വലിയ ആഴിയിലെ വെള്ളങ്ങളെ തന്നെ വറ്റിച്ചു കളയുകയും വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് സമുദ്രത്തെ ആഴത്തെ വഴിയാക്കുകയും ചെയ്തത് നീയല്ലയോ? അപ്പൊ ദൈവത്തിന്റെ ഭുജം ഉണർന്നപ്പോഴാണ്, അല്ലെ, ദൈവത്തിന്റെ ഭുജമാണ് നമുക്കറിയാം ഇസ്രായേൽ മക്കളെ ആ ചെങ്കടലിലൂടെ നടത്തി ആ വെളിയിൽ കൊണ്ടുവന്നത്, അല്ലെ. അപ്പൊ അവിടെ നിന്ന് നമുക്ക് മോശെ കൈ നീട്ടി ചെങ്കടൽ തുറന്നു, അത് നമുക്കറിയാം. പക്ഷേ അവിടെ നിന്ന് രഹബിനെ വെട്ടിയതും മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞതൊന്നും നമ്മൾ അവിടെ കാണുന്നില്ല. പക്ഷെ ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന്റെ ഭുജം ഉണർന്നപ്പോൾ, അല്ലെ, അവിടെ ദൈവം ചെയ്തത് ആ രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീയാ. ആ കുത്തിക്കളഞ്ഞിട്ടാണ് ദൈവം എന്ത് ചെയ്തേ? ആ സമുദ്രത്തെ വലിയ ആഴിയിലെ വെള്ളങ്ങളെ തന്നെ വറ്റിച്ചു കളഞ്ഞു ദൈവം. വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് സമുദ്രത്തിന്റെ ആഴത്തെ വഴിയാക്കി. ഇതുപോലെ നമ്മളെ മുന്നോട്ട് പോകുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ ദൈവജനത്തെ ആരാധിക്കാൻ വിടത്തില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഈ രഹബിന്റെ ശക്തിയും ഈ മഹാസർപ്പത്തെയും എല്ലാം വെട്ടിക്കളഞ്ഞത് ദൈവത്തിന്റെ ഭുജമാണ്. നമ്മൾ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലുകളെ ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി ചെയ്തു തരട്ടെ. നമുക്ക് സഭാപ്രസംഗിയുടെ പുസ്തകം, അതിനകത്ത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. 2:24 തിന്മ തന്റെ പ്രയത്നത്താൽ സുഖം അനുഭവിക്കുന്നതല്ലാതെ മനുഷ്യന് ഒരു നന്മയുമില്ല, അതും ദൈവത്തിന്റെ കയ്യിൽ നിന്നുള്ളത് എന്ന് ഞാൻ കണ്ടു, അല്ലെ. എല്ലാ നന്മയും ഈ തിന്നു കുടിക്കുന്നതോ, അല്ലെങ്കിൽ 25-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ നൽകിയിട്ടല്ലാതെ ആർ ഭക്ഷിക്കുമാർ അനുഭവിക്കും. അപ്പൊ എല്ലാ നന്മകളും ദൈവത്തിന്റെ കയ്യിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ കേട്ടതുപോലെ ദൈവത്തിന്റെ വലങ്കരം ഉയർന്നിരിക്കുന്നു, അല്ലെ. യഹോവയുടെ വലങ്കൈ അത് വീര്യം പ്രവർത്തിക്കുന്ന വൻകൈയാ. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള ആ കൈയുടെ കീഴിൽ നമ്മൾ താണിരിക്കണം. ദൈവത്തിന്റെ കയ്യിൽ താണിരിക്കുമ്പോഴാണ് ദൈവം നമ്മൾ ഉയർത്തുന്നത്. കർത്താവ് ആരെങ്കിലും ഒപ്പോസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു, അല്ലെ. അത് നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്കപ്പോ ഈ കൃപ കിട്ടണമെങ്കിലും നമ്മൾ ഉയരണമെങ്കിലും ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളുടെ കീഴിൽ പോയി നമ്മൾ താണിരിക്കുമ്പോഴാണ് ആ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. യെശയ്യാവിന്റെ 41:10 നമുക്ക് എല്ലാവർക്കും ബൈഹാർട്ടായിട്ടുള്ള വാക്യമാണ്, അല്ലെ. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും, അല്ലെ. ദൈവത്തിന്റെ ആ നീതിയുള്ള വലം കൈ കൊണ്ട് ദൈവം നമ്മളെ താങ്ങി കഴിയുമ്പോൾ എന്തൊക്കെ നടക്കും? താഴെ പറയുന്നുണ്ട്, നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും, നിന്നോട് വാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും, നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ല താനും, നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസിത്വവും ഇല്ലായ്മയും പോലെയാകും. ഇത് എപ്പോഴാണ് കർത്താവ് പറയുന്നത്? അല്ലെ, എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും, അല്ലെ. ഭയപ്പെട്ട് ഭ്രമിച്ചു ഇരിക്കുന്ന അവസ്ഥയിൽ കർത്താവ് പറയുന്ന വചനം, അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. ദൈവം നീതിയുള്ള വലം കൈ കൊണ്ട് നമ്മളെ താങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ താഴേക്ക് നമ്മൾ നോക്കിക്കേ, എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും, അല്ലെ. കോപിച്ചിരിക്കുന്നവർ അമ്പരന്ന് പോകും, വാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയായി തീരും, അല്ലെ. പോരാടുന്നവർ നമ്മൾ അന്വേഷിച്ചാലും കണ്ടെത്തിയില്ല. കാരണം കർത്താവിന്റെ വലം കൈ നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ എല്ലാ പൈശാചിക ശക്തികളുടെ ആ പോരാട്ടത്തിൽ നിന്നെല്ലാം വിടുവിക്കുവാൻ ദൈവം ശക്തനാണ്,
അല്ലെ 13-ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട് അല്ലെ 41-13 തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ ദൈവമായ യഹോവ എന്ന് ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. ഈ വലം കൈ ദൈവം നമ്മുടെ പിടിക്കും, ദൈവത്തിന്റെ കരം കൊണ്ട് ദൈവം നമ്മുടെ കൈ കൂടെ പിടിച്ചിട്ട് ദൈവം പറയുക ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. അപ്പൊ നമ്മൾ ഏത് വിഷയത്തിനായിട്ടാണെങ്കിലും നമ്മൾ ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് കർത്താവിന്റെ കരം, ആ കരം നമ്മളൊന്ന് കണ്ടാൽ മതി. ഹല്ലേലൂയ, ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നമ്മുടെ കൂടെ ഉണ്ട്. ആ കരം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരമാണ്. അതുകൊണ്ടാണ് ആവർത്തന പുസ്തകത്തിനകത്ത് പറയുന്നത്, യഹോവ നിങ്ങളെ ബലമുള്ള കയ്യാൽ പുറപ്പെടുവിച്ചു. ആ അടിമ വീടായ മിസ്രയീമിൽ നിന്ന് ഫറവോന്റെ അടിമത്തത്തിന്റെ ദൈവം കൊണ്ടുവന്നത് എങ്ങനെയാ? ആ ദൈവത്തിന്റെ ആ ബലമുള്ള കയ്യാലാണ് ദൈവം അവിടുന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്നത്. അപ്പോ എസ്രായുടെ പ്രവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവിടെ 7:6 ആ വാക്യം എനിക്ക് ഇഷ്ടമുള്ള ഒരു വചനമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്ന കാര്യം, അനുകൂലമായിട്ടിരിക്കുന്ന കാര്യം പറയുമ്പോൾ എസ്ര 7:6 ഇങ്ങനെ പറയുന്നു, ഈ എസ്ര ഇസ്രായേലിന്റെ ദൈവമായ യഹോവ നൽകിയ മോശയുടെ ന്യായപ്രമാണത്തിൽ വിദഗ്ധനായ ശാസ്ത്രിയായിരുന്നു. അവന്റെ ദൈവമായ യഹോവയുടെ കൈ അവന് അനുകൂലമായിരിക്കാൻ രാജാവ് അവന്റെ അപേക്ഷയൊക്കെയും അവന് നൽകി. എന്തുകൊണ്ടാണ് രാജാവ് അവന്റെ അപേക്ഷ നൽകാനായിട്ടുള്ള കാരണം എന്ന് വളരെ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, എസ്രയുടെ ജീവിതത്തില് എന്തുകൊണ്ട് രാജാവ് അവന്റെ അപേക്ഷയൊക്കെ അവന് നൽകിയെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ കൈ അവന് അനുകൂലമായിരുന്നു. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ഇത്ര മാത്രമായിരിക്കണം, കർത്താവെ ദൈവത്തിന്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരിക്കണമേ. റോമാലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, കർത്താവ് നമുക്ക് അനുകൂലമാണോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ദൈവം അനുകൂലമായിരിക്കണം. ദൈവസന്നിധിയിൽ താഴ്ന്ന ഏത് ഭക്തനും കർത്താവ് അനുകൂലം അല്ലെ. ദൈവം ഒപ്പോസ് ചെയ്ത് ദൈവം ഒരിക്കലും നിൽക്കത്തില്ല. നമ്മൾ നികളഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിനകത്ത് അത് നടക്കത്തുള്ളൂ അല്ലെ. അതൊരു ഭാഗം ഞാൻ താഴേക്ക് ഞാൻ കോട്ട് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ വായിക്കാം, പിന്നീട് വായിക്കാം. അപ്പോൾ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായിട്ട് നിൽക്കുവാനായിട്ട് മറ്റാർക്കും പറ്റത്തില്ല. അപ്പൊ ഏത് രാജാവിന്റെയും ഹൃദയത്തെ ഒക്കെ മാറ്റാനും എടുക്കാനും ഒക്കെ അത് സംഭവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചേഞ്ച്, ആ അപേക്ഷ രാജാവിനോട് അപേക്ഷിക്കുമ്പോൾ ആ അപേക്ഷയൊക്കെയും നമ്മുടെ ജീവിതത്തിൽ കിട്ടണമെങ്കിൽ കർത്താവിന്റെ കൈ നമുക്ക് അനുകൂലമായിട്ടിരിക്കണം. എസ്രയുടെ 8-ാം അധ്യായം 18-ാം വാക്യത്തിൽ അവിടെ വീണ്ടും പറയുന്നുണ്ട്, ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നതിനാൽ. താഴേക്ക് വായിക്കുമ്പോൾ നമുക്കറിയാം, വേണ്ടവരെല്ലാം ഞങ്ങളുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു. മൊത്തം ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. 18-ന്റെ ആദ്യവും 20-ന്റെ അവസാനവും അവിടെയാണ് ആ വാക്യം തീരുന്നത്. അപ്പോൾ എസ്ര 8:18 ഇങ്ങനെ പറയുന്നു, ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നതിനാൽ. അപ്പൊ വേണ്ട ആരൊക്കെ ആ ഒരു വിഷയത്തിനകത്ത് ഇതിനോടുള്ള ബന്ധത്തില് ദൈവത്തിന്റെ ആലോചന അല്ലെങ്കിൽ ദൈവം ഏൽപ്പിച്ചായിരിക്കുന്ന ആ ഒരു നിർവഹണം കംപ്ലീറ്റ് ചെയ്യുന്നതിന് ദൈവം ആ ദൈവാലയത്തിനോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം അവിടെ അവരെ കൂട്ടിക്കൊണ്ടുവന്നു, ഞങ്ങളുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു. അപ്പൊ ദൈവത്തിന്റെ കൈ അനുകൂലമായിരിക്കുമ്പോൾ ദൈവം ചിലരെ നമ്മുടെ അടുക്കല് കൂട്ടിക്കൊണ്ടുവരേണ്ടവരെ ദൈവം കൂട്ടിക്കൊണ്ടുവരും, മടക്കിക്കൊണ്ടുവരേണ്ടവരെ ദൈവം മടക്കിക്കൊണ്ടുവരും. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ, കർത്താവെ ദൈവം ഞങ്ങൾക്ക് അനുകൂലമായിരിക്കണമേ കർത്താവെ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. എഹെസ്കേലിന്റെ 20:34 ഇങ്ങനെ കിടക്കുന്നുണ്ട്, ബലമുള്ള കൈ കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും അല്ലെ. അവിടെ ആ ബലമുള്ള കൈ, നീട്ടിയ ഭുജം, അത് പല ഭാഗത്ത് നമ്മൾ കാണുന്നതാണ്. എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു 2 വാക്ക് പലരും പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്, കർത്താവെ ബലമുള്ള കൈ കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും അല്ലെ. അപ്പൊ അങ്ങനെ ദൈവം ഈ ദിവസങ്ങൾ തന്റെ കരങ്ങൾ, അത്ഭുതത്തിന്റെ കരങ്ങൾ എന്ന ദൈവം അപ്പൻ ഈ ദിവസങ്ങളിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ പിതാവ്, ആ പിതാവിന്റെ കരത്തിലാണ് നമ്മളായിരിക്കുന്നത് അല്ലെ. കർത്താവ് പറയുന്നത് എന്താ, ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. ഞാൻ മുന്നേ എപ്പോഴും പറയാറുള്ള കാര്യം, കയ്യിൽ വെച്ചിരിക്കുന്നു എന്നല്ല കർത്താവ് പറയുന്നത്, വരച്ചിരിക്കുന്നു. ഒരു വെച്ചേക്കുവാണെങ്കിൽ ചിലപ്പോൾ കർത്താവിന്റെ കയ്യിൽ നിന്ന് താഴെ പോകത്തില്ല, പക്ഷെ ഒന്ന് കമത്തിയാൽ നമ്മൾ കയ്യിൽ നിന്ന് വെച്ചിട്ട് എന്തെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ ഇതായി പോകും. നമ്മുടെ കേസിൽ കർത്താവിന്റെ പോകത്തില്ല വെച്ചിരുന്നാലും, ബട്ട് സ്റ്റിൽ ഇവിടെ പറയുന്നു ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു അല്ലെ. നമ്മൾ ഉള്ളം കയ്യിൽ ഒരു വര വരച്ചിട്ട് എത്ര കമത്തിൽ താഴെ ഇടാൻ നോക്കിയാലും അത് പോകത്തില്ല. അതുപോലെ ദൈവം നമ്മളെ ദൈവത്തിന്റെ ഉള്ളം കയ്യിൽ ദൈവം വരച്ചിരിക്കുന്നു അല്ലെ. നമ്മുടെ മതിലുകൾ എപ്പോഴും ദൈവത്തിന്റെ മുമ്പിലുണ്ട് അല്ലെ. എന്താ മതിലുകൾ അല്ലെങ്കിൽ നമ്മുടെ ബൗണ്ടറീസ് അല്ലെ, നമ്മുടെ മതിലുകൾ എന്താണെന്നുള്ളത് എല്ലാം ദൈവത്തിന്റെ മുമ്പിലുണ്ട്. കാരണം കർത്താവ് നമ്മളെ ആ കൈകളിൽ, ഉള്ളം കയ്യിൽ ദൈവം വരച്ചിരിക്കുന്നു. അതുകൊണ്ട് യേശു കർത്താവ് പറയുന്നത്, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു അല്ലെ, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു, ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. കർത്താവിന്റെ കയ്യിൽ നിന്ന് നമ്മളെ പിടിച്ചു പറിക്കാനായിട്ട് ആർക്കും പറ്റത്തില്ല. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കർത്താവിന്റെ കരത്തിൽ നിന്ന് നമ്മളെ ആർക്കും പിടിച്ചു പറിക്കാനായിട്ട് പറ്റത്തില്ല. ഇല്ല, താഴെ കർത്താവ് പറയുന്നുണ്ട്, പിതാവിന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കാനായിട്ട് ആരും കഴിയില്ല, പിതാവും ഞാനും ഒന്നാകുന്നെന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ പ്രൊട്ടക്ഷനാണ്. നമ്മളെ ഒരു ശത്രുവിനും കർത്താവ് ചുമ്മാതെ ഒന്നും ദൈവം ഇട്ട് കൊടുക്കത്തില്ല. അപ്പൊ ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഇരുന്നുകൊണ്ടുള്ള കാര്യങ്ങളല്ലാതെ നമ്മൾ ഒരു മൂവ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുവാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല. ഞാൻ ഇതിന്റെ കാര്യം, ഈ അതിർ വിശാലമാക്കുന്ന കാര്യം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ
ഞാൻ നേരത്തെ ദിനകരൻ എന്ന് പറയുന്നതായിരിക്കുന്ന ഡോക്ടർ DGS ദിനകരൻ, അതാ ഫുൾ ടൈം എനിക്ക് തോന്നുന്നു, ഡോക്ടർ DGS ദിനകരൻ, അതെ. ഒരു ടെസ്റ്റ് മണി ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. 7 വർഷം തന്റെ അതിര് വിശാലമാക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിച്ചെന്ന് പറയുന്നുണ്ട്. ദൈവമേ, എന്റെ അതിരിനെ ദൈവം ഒന്ന് വിശാലമാക്കണമെന്ന് 7 വർഷം പ്രാർത്ഥിച്ചു. 7-ാമത്തെ വർഷം, 7 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം വന്നു. നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കുന്ന ടെസ്റ്റ് മണി ആയിരിക്കാം. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം വന്നു. 3 മണിക്കൂറോളം യേശു കർത്താവ് അദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പൊ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു എന്നാ പറയുന്നത്, ഞാൻ 7 വർഷത്തിന് ശേഷം ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് വന്നേക്കുക. നിന്റെ അതിർ വിശാലമാക്കണമെന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിച്ചില്ലേ, ഞാൻ നിശ്ചയമായിട്ട് നിന്റെ അതിർ വിശാലമാക്കി നിന്നെ അനുഗ്രഹിക്കും. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു, ഞാൻ നിനക്കൊരു പുതിയ ഹൃദയം നൽകും. അപ്പൊ പുതിയ ഹൃദയം നൽകും. അത് അതിനകത്ത് ഞാൻ എന്റെ സ്പിരിറ്റിനെ, ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു പുതിയ ഒരു ഹൃദയം നൽകും. കർത്താവ് ഇങ്ങനെ പറഞ്ഞെന്നാണ് അദ്ദേഹം പറയുന്നത്, ഞാനൊരു പുതിയ ഹൃദയം നൽകും. അതിനകത്ത് ഞാൻ എന്റെ സ്പിരിറ്റിനെ ഞാൻ വെക്കും, എന്റെ ആത്മാവിനെ ഞാൻ ആ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ വെക്കും. അതാണ് അതിന്റെ ഏറ്റവും വലുതായിരിക്കുന്ന ഒരു സ്പെഷ്യാലിറ്റി, ആ ആത്മാവുള്ളതായിരിക്കുന്ന ഒരു പുതിയ ഒരു ഹൃദയം. അപ്പോ എന്നിട്ട് പറഞ്ഞു, നീ ഒരു ക്യാൻസർ പേഷ്യന്റിനെ നീ കാണുമ്പോൾ നിനക്ക് ആ ക്യാൻസർ പേഷ്യന്റിന്റെ പെയിൻ മുഴുവൻ നിന്റെ ജീവിതത്തിൽ വന്ന പോലെ നിനക്ക് ഫീൽ ചെയ്യും. ആ ക്യാൻസർ പേഷ്യന്റിന്റെ അതേപോലെ നീ ആയിത്തീരും. എന്നിട്ട് ആ ക്യാൻസർ പേഷ്യന്റ് കരയുന്ന പോലെ നീ കരയും. അപ്പോൾ ഞാൻ ഇറങ്ങി വരും, ആ ക്യാൻസർ പേഷ്യന്റിനെ സൗഖ്യമാക്കും. അതുപോലെ ഒരു ഫിനാൻഷ്യലി പ്രോബ്ലം ഒരു വ്യക്തിയെ നീ കാണുമ്പോൾ അയാൾക്കുടെ ബേർഡൻ ഞാൻ നിന്റെ മേലെ തരും. അങ്ങനെ നീ അയാൾക്ക് വേണ്ടി നീ കരഞ്ഞ് നീ ഹൃദയത്തിൽ നിന്ന് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതങ്ങളെ ചെയ്യും. എന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം കർത്താവ് ആഡ് ചെയ്തു, ഇങ്ങനെയാണ് ഞാൻ നിന്റെ ടെറിട്ടറി വിശാലമാക്കുന്നതെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് എനിക്ക് എന്റെ ഓർമ്മയിലേക്ക് വന്നു. എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. കാരണം ദൈവം ആ ഒരു ഭാവം എന്ന് പറയുന്നത് എത്രയോ കർത്താവ് പലപ്പോഴും പറയാറുള്ളത്, നമ്മൾ ആ ദൈവത്തിന്റെ ഭാരം നമ്മൾ എടുക്കണം. ഈ ദിവസങ്ങളിൽ പ്രെയർ ലൈനിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് ഒരു വിഷയം പറഞ്ഞു കഴിയുമ്പോൾ അപ്പൊ എത്രയോ ഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളുടെ എല്ലാവരുടെയും ടെറിട്ടറി ഈ ദിവസങ്ങളിൽ ആ ഒരു അതിരിനെ ദൈവം വിശാലമാക്കട്ടെ. കാരണം ദൈവം നമ്മളെ അനുഗ്രഹിക്കുക മാത്രമല്ല, നമ്മളെ ദൈവം അനുഗ്രഹമാക്കി മാറ്റും. അത് കർത്താവിനോട് ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമായിരുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുക മാത്രമല്ല, പലപ്പോഴും നമ്മൾ അനുഗ്രഹത്തിന്റെ പിന്നാലെ നമ്മളങ്ങ് പോകും. ചിലപ്പോൾ അത് ഏത് ബ്ലെസ്സിങ്സ് ആയാലും നമ്മളങ്ങ് ഇപ്പൊ സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ആണെങ്കിലും വേൾഡ്ലി ബ്ലെസ്സിങ്സ് ആണെങ്കിലും നമുക്ക് എപ്പോഴും അനുഗ്രഹങ്ങൾ എപ്പോഴും സന്തോഷമുള്ള കാര്യങ്ങൾ പോകും. പക്ഷെ നമ്മളെ തന്നെ ദൈവം അങ്ങ് അനുഗ്രഹമാക്കി മാറ്റും. കാരണം നമ്മളെ അനുഗ്രഹമാക്കി മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുന്നവർ അനുഗ്രഹിക്കപ്പെടും. ഈ പറഞ്ഞതുപോലെ നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് തീരും. അതുപോലെയുള്ള ഒരു ദൈവിക പ്രവർത്തികൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ ചെയ്തെടുക്കട്ടെ. വളരെ സൂപ്പർ നാച്ചുറലായി കർത്താവ് ചെയ്തതുപോലെയുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാൻ ഈ പ്രയർ ലൈനിൽ കടന്നു വരുന്ന നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ കൃപ നമുക്ക് ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അല്ലെ, മറ്റുള്ളവർക്ക് നമ്മൾ അനുഗ്രഹമായി തീരുമ്പോൾ, അല്ലെ, അങ്ങനെ അവരുടെ ജീവിതത്തിൽ ആ വലിയ അനുഗ്രഹത്തിന് നമ്മൾ കാരണമായി തീരുന്നെങ്കിൽ അതിപ്പോ സന്തോഷം നമുക്ക് വേറെ ഒന്നുമില്ല, അല്ലെ. അത് പിശാചിന് ഏറ്റവും ഭയമായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ കർത്താവ് അനുഗ്രഹിച്ച അനുഗ്രഹം പോലെ കർത്താവ് നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മുടെ അതിരുകളെ വിശാലമാക്കി ദൈവത്തിന്റെ ആ ഒരു പ്രവൃത്തി കാണുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവിന് ഇങ്ങനെ നേരിൽ കാണാനും കർത്താവുമായിട്ട് സംസാരിക്കാനും ഒക്കെ ഉള്ള വലിയ ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ദൈവം തരട്ടെ. ഞാനത് ആഗ്രഹിക്കുന്നു. ദൈവമക്കളും അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതുപോലെ നമുക്ക് ഈ എബേസിന്റെ ജീവിതത്തിൽ കൂടെ വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിനവൃത്താന്തം 2:55 നമുക്ക് കാണാം, എബേസ് എന്ന് പറയുന്ന ഒരു സ്ഥലം പോലും അവിടെ ഉണ്ട്, അല്ലെ. ആ എബേസ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ശാസ്ത്രജ്ഞന്മാർ പാർത്തിരുന്ന ആ ഒരു സ്ഥലമാണെന്ന് കാണാൻ പറ്റും. എബേസിൽ പാർത്തു വന്ന ശാസ്ത്രജ്ഞന്മാർ എന്ന് കാണുന്നുണ്ട്. അപ്പോ ദൈവം ആ പേരിനെ അത്രയും ഇതാക്കിയെങ്കിലും ആ സ്ഥലത്തിന്റെ ആ ഒരു ആളുടെ പേരിൽ ഒരു സ്ഥലം പോലും ഉണ്ടെന്നുള്ളത് ദൈവത്തിന്റെ വിശ്വസ്തത. കാരണം ദൈവത്തിന്റെ പക്കൽ ഒരു മുഖപക്ഷവും ഇല്ല. ദൈവം മനുഷ്യന്റെ മുഖം ഒന്നും നോക്കുന്നുമില്ല, അല്ലെ. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾ കൊണ്ട് അളക്കാൻ പറ്റുന്നതല്ല. കർത്താവിന് ആരോട് കരുണ കാണിക്കണമെന്ന് കർത്താവിന് തോന്നി അവനോട് ദൈവം കരുണ കാണിക്കും. അതുകൊണ്ട് ദൈവം നമ്മളോട് ദയ കാണിക്കേണ്ടതിനും കരുണ കാണിക്കേണ്ടതിനും ദൈവത്തിന്റെ സന്നിധിയിൽ താണിരിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനയും ദൈവ ദിവസങ്ങൾ കേൾക്കട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കർത്താവ് ചില സമയത്ത് പ്രാർത്ഥന ലേറ്റ് ആവും, നമുക്ക് ഉത്തരം കിട്ടത്തില്ല, ലേറ്റ് ആവും. പക്ഷെ എന്നാൽ ഒരു കാര്യം നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. വചനം പറയുന്നുണ്ട്, ദൈവം പാപികളുടെ പ്രാർത്ഥന
കേൾക്കുന്നില്ല. ദൈവഭക്തനായിരുന്നു, അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു. ഹൃദയത്തിൽ അകൃത്യം കരുതിയാൽ കർത്താവ് കേൾക്കില്ല. അപ്പൊ നമ്മൾ ഒരു കാര്യം എപ്പോഴും മേക്ക് ഷുവർ ചെയ്യണം, കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കേണ്ടതിന് തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകരുത്. അതുകൊണ്ടാണ് സദൃശവാക്യത്തിന്റെ 28:9 ഒരു വാക്യം ഇങ്ങനെ കിടക്കുന്നത്, ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നെന്ന്. അപ്പോൾ വചനത്തിലുള്ളത് നമ്മൾ എപ്പോഴും അതുപോലെ അനുസരിച്ച് നടക്കുമ്പോഴാണ് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത്. യെശയ്യാവിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, രക്ഷിപ്പാൻ കഴിയാത്ത വിധം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാത്ത വിധം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രയും നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാപം ഉണ്ടെങ്കിൽ, കർത്താവെ പ്രാർത്ഥന കേൾക്കുന്നതിന് എന്തെങ്കിലും തടസ്സമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് അതുപോലെ ദൈവസന്നിധിയിൽ ഒന്ന് നമുക്കിരിക്കാം. കാരണം വചനം പറയുന്നുണ്ട്, അഹങ്കാരിയുടെ വീട് യഹോവ പൊളിച്ചു കളയും, വിധവയുടെ അതിരോ അവൻ ഉറപ്പിക്കും. ഇല്ലേ? അപ്പൊ താഴ്മയോടെ നമ്മൾ ആയിരിക്കണം. അഹങ്കാരം ഉണ്ടെങ്കിൽ ദൈവം പൊളിച്ചു കളയും. അതുകൊണ്ട് ഭയത്തോടെ ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിലായിരിക്കാം. നമ്മളെ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ താഴ്ത്തി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവിടെ ദൈവം പറയുന്നതായിരിക്കുന്ന ഒരു കാര്യമുണ്ട്, യോശുവ പറയുന്നതായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് കിടക്കുന്നത് യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തില്. അവിടെ പറയുന്നുണ്ട്, നിങ്ങളെ തന്നെ, അവിടെ നമുക്കറിയാം ജോർദാൻ സ്പ്ലിറ്റ് ചെയ്തായിരിക്കുന്ന കാര്യമാണ്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. അപ്പോൾ ശുദ്ധീകരിച്ച് അതിശയം പ്രവർത്തിക്കുവാൻ മുന്നോട്ട് പോവാം. മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം നിയമപ്പെട്ടത് അവിടെ ജോർദാനിൽ മുന്നോട്ട് ആദ്യം കിടക്കും. ആ ചവിട്ടുമ്പോൾ തന്നെ എനിക്ക് അവിടെ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സാന്നിധ്യം വഹിച്ചുകൊണ്ട് അല്ലെ പുരോഹിതന്മാരുടെ ഉള്ളംകാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടി. ആ ചവിട്ടി ഒട്ടും സമയം അവിടെ ഇതായില്ല, ഉടനെ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞു. അവർക്ക് അവിടെ ഒട്ടും സമയം പോലും നിൽക്കേണ്ട വന്നില്ല അല്ലെ. ഈ സാന്നിധ്യം വഹിച്ചുകൊണ്ട് ആ ബൗണ്ടറി, ആ ജോർദാന്റെ അവിടെ കരകവിഞ്ഞൊഴുകുന്ന ജോർദാനാന്ന് നമുക്കറിയാം അല്ലെ. കൊയ്ത്തുകാലത്തിന്റെ സമയം എത്തുമ്പോൾ ആ ജോർദാന്റെ തീരമെല്ലാം കരകവിഞ്ഞൊഴുകും. അപ്പോ പുരോഹിതന്മാരുടെ കാല് വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ അല്ലെ, കാല് മുങ്ങിയപ്പോൾ തന്നെ അത്ഭുതങ്ങൾ, ആ ഒഴുക്ക് നിന്നു, ഉടനെ നിന്നു അല്ലെ. ആ ഭാഗത്ത് വായിക്കുമ്പോൾ 13-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അത് ആ 3:13 കാണാൻ പറ്റും, ഉടനെ നിന്നു. അപ്പൊ ചില കാര്യങ്ങൾ ദൈവം നമ്മളോട് മുന്നോട്ട്, കർത്താവ് പറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് മുന്നോട്ട് പോവാൻ ദൈവം പറയുമ്പോൾ നമ്മൾ മുന്നോട്ട് പോയി ആ സാന്നിധ്യം ഇരിക്കുന്നത് നമ്മുടെ അന്ന് പെട്ടകത്തിനകത്തിരുന്ന സാന്നിധ്യം നമ്മുടെ ഉള്ളത്തിലുണ്ട്. ആ സാന്നിധ്യം വഹിച്ചുകൊണ്ട് നമ്മൾ ആ വിഷയത്തിന്റെ മേലെ കയറി നമ്മളൊന്ന് ആത്മാവിൽ ആ അതിര് നമ്മൾ ഇടുമ്പോൾ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ട് വരും. അപ്പൊ ദൈവം ആ വിഷയത്തിനകത്ത് കർത്താവിന്റെ അത്ഭുതങ്ങളെ കാണുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഇട്ടിരിക്കുന്നതായിരിക്കുന്ന ഈ ബൗണ്ടറീസ് നമ്മൾ ഒരിക്കലും, ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഒരിക്കലും നമ്മൾ ക്രോസ് ചെയ്യാനായിട്ട് പാടില്ല. കാരണം പ്രോവേർബ്സിനകത്ത് ഇങ്ങനെ ഒരു വാക്യം കിടക്കുന്നുണ്ട്, നിന്റെ പിതാക്കന്മാർ ഇട്ടിരിക്കുന്ന പണ്ടത്തെ അതിർ നീ മാറ്റരുത്. ഇല്ലേ? പിതാക്കന്മാർ ഇട്ടിരിക്കുന്ന പണ്ടത്തെ അതിർ നീ മാറ്റരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ പിതാക്കന്മാർ ചില അതിരുകൾ വെച്ചിട്ടുണ്ട് അല്ലെ. നമ്മുടെ ഇപ്പൊ അബ്രഹാമിന്റെ അവിടെ മുതൽ നമ്മളിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു അവിശ്വാസിയായിരിക്കുന്ന ഒരു മേഖലയിലല്ലേ ഞാൻ പറയണേ, നമ്മുടെ ആ വിശ്വാസത്തിന്റെ തലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാർ ഇട്ട് ഒരു മാതൃക കാണിച്ച് വെച്ചിരിക്കുന്നതായിരിക്കുന്ന ഒരു പണ്ടത്തെ ഒരു അതിരുണ്ട് അല്ലെ. അതിന് ഏത് അർത്ഥത്തിൽ വേണേലും നമുക്ക് വ്യാഖ്യാനിച്ചോ. അപ്പൊ ആ ഒരു അതിരുണ്ട്, അതിനെ മാറ്റരുത് അല്ലെ. നമുക്കറിയാം ഈ അതിര് മാറ്റരുത് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ദൈവം ഈ അബ്രഹാമിന് കൊടുത്തിരുന്നതായിരിക്കുന്ന വാഗ്ദത്തമാണ് ആ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അല്ലെ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ നമുക്കൊരു കാര്യം കാണാൻ പറ്റും. അബ്രഹാം ശേഖേം എന്ന സ്ഥലം വരെയും ഏലോൻ മോര വരെയും ദേശത്ത് കൂടി സഞ്ചരിച്ചു, അന്ന് കനാന്യൻ ദേശത്ത് പാർത്തിരുന്നു. അപ്പോ ഞാൻ ഈ ശേഖേം എന്ന് പറയുന്നതായിരിക്കുന്ന ഈ സ്ഥലത്തെ കുറിച്ച് കുറച്ച് ഒന്ന് പഠിക്കുന്നത്. ഇന്നിപ്പോ ഞാൻ ഈ ആശയം പറയണമെന്ന് ഉദ്ദേശിച്ചല്ല ഇരുന്നേ, പക്ഷെ എന്തോ എന്റെ മനസ്സിലങ്ങ് തോന്നിയിട്ട് ഞാൻ ഈ കാര്യം ഇപ്പൊ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചത് മാത്രമേ ഉള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അതിരെന്നുള്ള ഒരു വിഷയം എന്റെ ഉള്ളത്തിൽ വന്നപ്പോൾ ഈ വിഷയമായിട്ട് അതൊന്ന് കണക്ട് ചെയ്ത് ഞാനിപ്പോ അങ്ങ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അബ്രഹാം ഈ ശേഖേം എന്ന സ്ഥലം വരെയും എന്ന് പറയുമ്പോൾ അവൻ അബ്രഹാം ആ ഒരു അതിർത്തി, അബ്രഹാമിന്റെ ജീവിതത്തിൽ ആ ഒരു അതിർത്തി ശേഖേം എന്ന സ്ഥലം വരെയും ഏലോൻ മോര വരെയും അല്ലേ, അവിടെ ആ ഒരു ബൗണ്ടറി ഉണ്ട്, അവിടെ ദേശത്തുകൂടി സഞ്ചരിച്ചു. അന്ന് കനാന്യൻ ദേശത്ത് പാർത്തിരുന്നു. നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കണം, അന്ന് കനാന്യൻ ദേശത്ത് പാർത്തിരുന്നു. അപ്പോ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. ഏത് ദേശമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ശേഖേം എന്ന ദേശവും ഏലോൻ മോര വരെ ഉള്ളതായിരിക്കുന്ന ആ സ്ഥലം, ആ ദേശം വരെ അബ്രഹാം
നടന്ന് സഞ്ചരിച്ചതായിരുന്ന ആ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. ആ അരുളി ചെയ്യുന്ന സമയത്ത് അവിടെ ആരുണ്ടായിരുന്നു? കനാനിൽ ദേശത്ത് പാർത്തിരുന്നു. അപ്പൊ ശത്രു ഉള്ളപ്പോ തന്നെയാണ് ദൈവം വാഗ്ദത്തം കൊടുക്കുന്നത്. അല്ലെ, ശത്രുവിനെ എടുത്തു മാറ്റിയിട്ട് വാഗ്ദത്തം ഒന്നും ദൈവം കൊടുക്കത്തില്ല. നമ്മൾ എവിടെ നോക്കിയാലും അറിയാം, ശത്രു നോക്കി നിൽക്കുമ്പോൾ, അതാണ് വചനം പറയുന്നത്, ശത്രുവിന്റെ മുമ്പിൽ ദൈവം നമുക്ക് മേശയൊരുക്കും. ശത്രുവിനെ എടുത്തു മാറ്റി കളഞ്ഞിട്ട് ഞാൻ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും കർത്താവ് പറയില്ല. കർത്താവ് ആ ശത്രുവിനെ നിർത്തിക്കൊണ്ട് തന്നെയാണ് ആ ദൈവം പ്രവർത്തി ചെയ്യണം. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. അപ്പൊ മതിൽ അവിടെയൊക്കെ കാണും, പക്ഷെ ചാടിക്കടക്കാനായിട്ടുള്ള കൃപയെല്ലാം ദൈവം നമുക്ക് തരും. ഈ കനാനിൻ ആ ദേശത്ത് പാർത്തിരുന്നു, അല്ലെ, ആ ദേശം കൊടുക്കുമെന്ന് ദൈവം അരുളി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇത് കഴിയുമ്പോൾ ആ ദൈവത്തിന്റെ വാഗ്ദത്തം കേട്ട ഉടനെ അബ്രഹാം എന്താ ചെയ്തേ? അബ്രഹാം ആദ്യം അവിടെ യാഗപീഠം പണിതു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വാഗ്ദത്തം കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം യാഗപീഠം പണിയാണ്. കനാനിൻ അവിടെ നിൽക്കുന്നുണ്ടെന്നുള്ളത് നമ്മുടെ വിഷയമല്ല, ആരാധനയായിരിക്കണം നമ്മുടെ വിഷയം, അല്ലെ. കനാനിൻ അവിടെയുണ്ട്, അതുകൊണ്ട് ഞാൻ എങ്ങനെ ഇതാവും എന്നൊന്നും അവിടെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല. കനാനിൻ ആ ദേശത്ത് പാർത്തിരുന്നു, അല്ലെ. പക്ഷെ അതൊന്നും അവിടെ ക്വസ്റ്റ്യൻ അല്ല, അവിടെ ഉള്ള പ്രവൃത്തിയാണ് അവിടെ ഉള്ളൂ. അവിടെ എന്ത് പ്രവർത്തിച്ചു? ദൈവത്തോടൊന്നും പറഞ്ഞില്ല, വാഗ്ദത്തം കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവിടെ ഒരു യാഗപീഠം പണിതു. അത് കഴിഞ്ഞ് മുന്നോട്ട് പോയി പിന്നെയും താഴേക്ക് വായിക്കുമ്പോൾ നമുക്കറിയാം, അബ്രഹാം യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. ഇങ്ങനെ ആരാധനയായിട്ട് മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ഈ ശേഖയം പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഉൽപ്പത്തി പുസ്തകം 33:18 വന്ന് നിൽക്കുമ്പോൾ വീണ്ടും നമുക്ക് ഈ ശേഖയം കാണാനായിട്ട് പറ്റും. അവിടെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, യാക്കോബ് നമുക്കറിയാം ഒരു പിന്മാറ്റത്തിൽ പോയ അവസ്ഥയായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ്, അല്ലെ. നമുക്കറിയാം യാക്കോബ് തന്റെ സഹോദരനെ ഭയന്ന് ഒളിച്ചിരിക്കുന്നതായിരിക്കുന്ന സമയവും അതെല്ലാം നമുക്കറിയാം. അതെല്ലാം കഴിഞ്ഞ് എല്ലാം കൊടുത്തു തീർക്കാനുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെല്ലാം കഴിഞ്ഞ് യാക്കോബ് പദനരാമിൽ നിന്ന് വന്ന ശേഷം കനാൻ ദേശത്തിലെ ശേഖേം പട്ടണത്തിൽ സമാധാനത്തോടെ എത്തി, ഇല്ലേ. അപ്പൊ ആ ദൈവം കൊടുത്തതായിരിക്കുന്ന, അവിടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ദൈവം കൊടുത്ത, അല്ലെങ്കിൽ ദൈവം ഞാൻ നിന്റെ സന്തതിക്ക് അവകാശമായി കൊടുക്കുമെന്ന് ദൈവം പറഞ്ഞ സ്ഥലത്ത് സമാധാനത്തോടെ ആ ശേഖേം പട്ടണത്തിൽ ആരെത്തി? യാക്കോബ് എത്തി, ഇല്ലേ. യിസ്ഹാക്ക് കഴിഞ്ഞ് യാക്കോബ്, അടുത്ത മൂന്നാമത്തെ തലമുറ അവിടെ സമാധാനത്തോടെ മടങ്ങി എത്തുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും, അല്ലെ, ആ ശേഖേമിന്റെ. അപ്പൊ ദൈവമാണ് അവിടെ വാഗ്ദത്തം ഇട്ടതെങ്കിൽ ദൈവം സമാധാനത്തോടെ ദൈവം അവരെ അവിടെ മടക്കി എത്തിക്കും. അവിടെ യാക്കോബും ഒരു യാഗപീഠം അവിടെ പണിതതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 20-ാം വാക്യത്തില് 33:20 പറയുന്നുണ്ട്, അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു, അതിന് എൽ എലോഹെ ഇസ്രായേൽ എന്ന് പേരിട്ടു. അവിടെ അപ്പൊ ഒന്ന് നോക്കിക്കേ, ആദ്യം യഹോവയുടെ നാമത്തിൽ ആരാധിച്ച അബ്രഹാം യാഗപീഠം പണിതു, അവിടെ ദൈവം വാഗ്ദത്തം കൊടുക്കുമെന്ന് പറഞ്ഞു, ദൈവം ചെയ്തു. രണ്ടാമത് നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേനും യാക്കോബും ഇതേപോലെ തന്നെ ആ ശേഖേം പട്ടണത്തിൽ സമാധാനത്തോടെ എത്തി, ഇല്ലേ. ദൈവത്തിന്റെ വാഗ്ദത്ത സമയത്ത് ദൈവം അവിടെ എത്തിച്ചു എന്ന് പറഞ്ഞാൽ സമാധാനത്തോടെയാണ്, അല്ലെ, ദൈവം അവിടെ എത്തിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നീട് യോശുവയുടെ ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ 21:21 ഇങ്ങനെ പറയുന്നുണ്ട്, എഫ്രൈം നാട്ടിൽ കുല ചെയ്തവന് സങ്കേത നഗരമായ ശേഖേം. ആ ശേഖേമിനെ കുറിച്ച് പറയുമ്പോഴത്തേനും സങ്കേത നഗരം, അല്ലേ, നമുക്കറിയാം, എന്തെങ്കിലും തെറ്റ് പറ്റിയല്ലേ, കൊല ചെയ്ത് പെട്ടെന്ന് ഓടി വന്ന് തന്റേതല്ലാത്ത കാരണം കൊണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ സങ്കേത നഗരത്തിൽ കയറി അഭയം പ്രാപിക്കുന്നതായിരിക്കുന്ന ഒരു ഇത്. അങ്ങനെ ആ ശേഖേമിനെ അത് അങ്ങനെയായിട്ട് മാറിയതായിട്ട് കാണാൻ പറ്റും. കാരണം ദൈവത്തിന്റെ വാഗ്ദത്തം ഇരിക്കുന്ന എവിടെയാണെങ്കിലും ആ ദൈവം അതിനോടുള്ള ബന്ധത്തിൽ ആ ദൈവിക പ്രവർത്തികൾ വളരെ അതിശയമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഏകദേശം 400, എനിക്കറിയത്തില്ല കറക്റ്റ്, ഞാൻ കേട്ടിരിക്കുന്ന കണക്കത് അങ്ങനെയാണ്, ജോഷുവയുടെ സമയമൊക്കെ ആകുമ്പോഴത്തേനും ഏകദേശം ഒരു 400 വർഷം ദൈവം പ്രോമിസ് ചെയ്ത് കഴിഞ്ഞിട്ട് യോശുവ എല്ലാം കൂടെ കൂടി ശേഖേമിൽ എത്തുക. ഓക്കെ, ആ ശേഖേമിൽ എത്തി 24-ാം അധ്യായത്തിനകത്ത് അവിടെ അതിന്റെ ആ ടൈറ്റിൽ തന്നെ കിടക്കുന്നത് ദ കവനന്റ് അറ്റ് ശേഖേം. ആ ശേഖേമിൽ ഉള്ളതായിരിക്കുന്ന ചില ഉടമ്പടി എന്നോ അല്ലെ ഫെയർവെൽ അഡ്രസ്സ്, ജോഷുവയുടെ ഒരു ഫെയർവെൽ അഡ്രസ്സ് എന്നോ ഒക്കെ അതിന്റെ ടൈറ്റിൽസ് ഞാൻ കണ്ടു 24-ാം അധ്യായത്തിന്. പക്ഷെ അവിടെ ഇങ്ങനെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, അനന്തര യോശുവ ഇസ്രായേൽ ഗോത്രങ്ങളെല്ലാം ശേഖേമിൽ കൂട്ടി. അവിടെ കൂട്ടിയിട്ട് എന്താണ് യോശുവ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, തലമുറകളിലേക്ക് നമ്മളോടൊരു വാഗ്ദത്തം ദൈവം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവ കാര്യങ്ങൾ ദൈവം ചെയ്തെടുക്കുക തന്നെ ചെയ്യും. അത് ആ തലമുറകളിലേക്ക് പോരുമ്പോഴും അത് നിലനിൽക്കുന്ന ഒന്നായിട്ട് ദൈവം മാറ്റും. കാരണം നമുക്കറിയാം, നമ്മുടെ മേലൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ അത് തലമുറകളിലേക്ക്, കർത്താവ് പറഞ്ഞിട്ടില്ലേ, 4 തലമുറകൾ വരെ അത് പോകും. അതിപ്പോ ഗുണമായാലും ദോഷമായാലും. അതുകൊണ്ട് ഭയത്തോടെ നമ്മൾ ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതം കഴിപ്പാൻ ഇടയാകട്ടെ. കാരണം നമ്മളിലൂടെ ഉള്ളതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ, നമ്മൾ ചിലത് പ്രാർത്ഥിക്കുന്നതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ, നമ്മൾ ചുവട് വെച്ച് ചിലതിന് അതിര് കൽപ്പിക്കുന്നെങ്കിൽ ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് ആ അതിര് അതുപോലെ ആയിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ശേഖേം പോലെ അങ്ങനെ അബ്രഹാം നടന്നതുപോലെ
ആ ചുറ്റി സഞ്ചരിച്ച് വന്നു കഴിഞ്ഞ് കർത്താവ് ആ വാഗ്ദത്തം കൊടുത്തതുപോലെ ഇന്ന് നമ്മൾ ചില വിഷയത്തിനകത്ത് നമ്മൾ അതിന് പരിധി വെച്ച്, അല്ലെങ്കിൽ ആ നമ്മുടെ തലമുറകളുടെ വിഷയമാവാം, നമ്മുടെ മറ്റേത് വിഷയങ്ങളാവാം, അതിനകത്ത് നമ്മൾ ചില ബൗണ്ടറീസ് നമ്മൾ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അതുപോലെ ദൈവത്തിന്റെ പ്രവൃത്തി ദിവസങ്ങൾ വെളിപ്പെടട്ടെ. കാരണം അത് അതിന്റെ ഉള്ളിൽ തന്നെ നിൽക്കും എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അന്നത്തെ ദൈവത്തിന്റെ പ്രോമിസ് ആണ് അതെങ്കിൽ, നമുക്ക് തന്ന വാഗ്ദത്തമാണ് ആ ശേഖമെങ്കിൽ, അത് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴും ഇടയ്ക്ക് എവിടെയൊക്കെ വെച്ച് നമുക്ക് അതിന്റെ, ഞാൻ ഹിസ്റ്ററി വായിച്ചു കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് പിടിച്ചുകൊണ്ട് പോയിട്ട് വീണ്ടും രഹബയാം പിടിച്ചെടുത്തതും ഒക്കെ ഞാൻ വായിക്കാനായിട്ട് ഇടയായി. അതൊന്നും ഞാനിപ്പോ ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. യോശുവയുടെ ഇതിനകത്ത് ഈ പറഞ്ഞ ഭാഗവും കൂടെ പറഞ്ഞ് ഞാനത് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പൊ യോശുവ ഈ 400 വർഷങ്ങൾക്ക് ശേഷം യോശുവയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഈ ശേഖേമിൽ എത്തിക്കഴിഞ്ഞ് ദൈവം നടത്തിക്കൊണ്ട് വന്ന കുറെ കാര്യങ്ങളെ ഓർക്കുന്ന സ്ഥലമാണ് അത്. ആ സ്ഥലം ശേഖേമിൽ വെച്ച് യോശുവ അതെല്ലാം ഓർക്കുക ഇല്ലേ. ദൈവം ഇസ്രായേൽ മക്കളെ വിളിച്ചിറക്കിയത് മുതല് സകല കാര്യങ്ങൾ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മോശയെയും അഹരോനെയും ദൈവം അയച്ചു. മിസ്രൈമിൽ നിന്ന് ദൈവം അവരെ ഫറവോനെ ബാധിച്ചു, അവിടുന്ന് പുറപ്പെടുവിച്ചു, വെള്ളം അവരെ മുക്കിക്കളഞ്ഞു. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ കൊണ്ടുവരിക. അപ്പൊ നിങ്ങളെ ആ ശത്രുവിന്റെ കയ്യിൽ നിന്ന്, എല്ലാ ജാതീയ ശക്തികളിൽ നിന്നും ദൈവം അവരെ വിടുവിച്ച് ദൈവം കൊണ്ടുവന്നു. അപ്പൊ അവിടെ പറയുന്ന കാര്യം, ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടന്നലിനെ അയച്ചു, അത് നിങ്ങളുടെ മുമ്പിൽ നിന്ന് അമ്മോര്യരുടെ ആ 2 രാജാക്കന്മാരെ ഓടിച്ചു കളഞ്ഞു. അപ്പൊ നിന്റെ വാള് കൊണ്ടല്ല, വില്ലും കൊണ്ടും അല്ല ജയം കിട്ടുന്നത്. എങ്ങനെയാ? നമ്മളെപ്പോഴും ചിന്തിക്കും നമ്മുടേതായിരിക്കും എന്തെങ്കിലും പ്രാർത്ഥന കൊണ്ടോ ഇതുകൊണ്ടോ ഒക്കെയാണ്. പക്ഷെ കർത്താവാണ് മുമ്പിൽ നിന്ന് യുദ്ധം ചെയ്യുന്നതെങ്കിൽ കർത്താവിന്റെ പ്രവൃത്തി ടോട്ടലി ഡിഫറെന്റ്. ദൈവത്തിന്റെ വെപ്പൺസ് ഡിഫറെന്റ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കടന്നലിനെ ആണെങ്കിൽ കർത്താവ് കടന്നലിനെ, അല്ലെ, കാറ്റിനെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും ഒക്കെ ദൈവം ആക്കും. അല്ലെ, ഗിദിയോന്റെ ജീവിതത്തിലേക്ക് നോക്കി കഴിയുമ്പോൾ ഇന്നും ആ സിസ്റ്റർ പറഞ്ഞല്ലോ, അല്ലെ, ഒരു ക്ലേ പോട്ട് അല്ലെങ്കിൽ ആ ഒരു കലവും ആ തീപ്പന്തവും അത് മതിയായിരുന്നു അവിടെ ശത്രുവിനെ ഓടിക്കാനായിട്ട്. അപ്പൊ ദൈവത്തിന്റെ ബാറ്റിൽ ദൈവമാണ് മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതകരമായിരിക്കുന്ന രീതിയിൽ കർത്താവ് കാര്യങ്ങൾ ചെയ്യും. അപ്പൊ നമ്മൾ നിശ്ചയിക്കുന്നത് പോലെ അല്ല കർത്താവിന്റെ പ്രവൃത്തി, അല്ലെ. അതും കഴിഞ്ഞ് നമുക്ക് യേശു കർത്താവിന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഈ ശേഖേം എന്ന് പറയുന്ന സ്ഥലവും ഈ സുഖാർ പട്ടണം എന്ന് പറയുന്നതായിരിക്കുന്ന സ്ഥലവും ഒരേ സ്ഥലമാണെന്ന് ഞാൻ ഇന്ന് നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്കത് കാണാനായിട്ട് പറ്റി. അപ്പോ ആ പേരുകളിൽ അത് അറിയപ്പെടുന്നുണ്ട്. ഇവിടെ നമുക്കറിയാം ഈ സുഖാർ എന്നുള്ളതായിരിക്കുന്ന പട്ടണം എവിടെയാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും ശമര്യ സ്ത്രീയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതായിരിക്കുന്ന വിഷയമാണ്. ആ 4:5 ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമര്യ പട്ടണത്തിൽ യാക്കോബ് തന്റെ പുത്രനായ യോസെഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ വെച്ച് കർത്താവ് പറയുന്നതായിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ പറയുന്നത്. എന്താണ് കർത്താവ് അവിടെ വെച്ചാണ് പറയുന്നത്? ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ നമസ്കരിക്കണം, അല്ലെ. അപ്പൊ ആ സ്ഥലം, ആ ശേഖേമിൽ, ആ സ്ഥലത്ത് തന്നെ ആ കർത്താവ് എത്തി അവിടെയും ആ ആരാധന വെളിപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതം നമ്മൾ ഇങ്ങനെ അങ്ങ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരെയും, അല്ലെ, ആ ദൈവം തുടക്കം മുതൽ അങ്ങ് അവസാനിപ്പിക്കുന്ന ഒരു ദൈവം. എന്റെ പ്രവൃത്തി ദൈവം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ദൈവം അതിനെ അവസാനിപ്പിക്കുക തന്നെ ചെയ്യും. അപ്പൊ ദൈവത്തിന്റെ ഒരു വലിയ അനുഗ്രഹം ഈ ദിവസങ്ങളിൽ വചനത്താൽ നമ്മുടെ മേലുണ്ടാവുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അപ്പൊ ഞാന് ഒത്തിരി കാര്യങ്ങൾ പലതും പറയണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. എന്നാലും ചുരുങ്ങിയ സമയത്തിന്റെ ഉള്ളിൽ ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്യുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കേട്ട വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളെ അളകൂടാതെ സ്നേഹിക്കുന്ന പരിശുദ്ധനായിരിക്കുന്ന ദൈവമേ, സ്വർഗ്ഗ പിതാവേ, കർത്താവേ, നന്ദിയോട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, റബാത്തിയ രഹസ്യാൻ തലലബൂഷ്യ ക്രമലഹത്തുരാഹി സനി കുശാല റോഹോമസിയാതു. ഹല്ലേലൂയ. കർത്താവേ, ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി എന്റെ കർത്താവേ, ഹല്ലേലൂയ, ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം. എദ്ദേസിന്റെ അതിർ വിശാലമാക്കിയ ദൈവം അത്ഭുതങ്ങളുടെ പ്രവൃത്തി ദൈവം ചെയ്തെടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നാണത്തിന് പകരം കർത്താവേ, ഹല്ലേലൂയ, ഇരട്ടിയായിരിക്കുന്ന പ്രതിഫലം, ലജ്ജയ്ക്ക് പകരം കർത്താവേ, ഹല്ലേലൂയ, അപ്പൊ മാനം കൊടുത്ത ദൈവമേ, ഈ ദിവസങ്ങളിൽ എവിടെയെല്ലാം ലജ്ജ ധരിച്ചു അവിടെയെല്ലാം മാനമായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ അങ്ങ് അത്ഭുതം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹതുരാല വരവശം തീർക്കൂസിയാൽ കർത്താവെ, ദൈവം അനുഗ്രഹിച്ച സന്തതി എന്ന് പറയുവാൻ ഹല്ലേലൂയ ഞങ്ങളുടെ മക്കളെ കർത്താവെ ആ ദിവസങ്ങൾ കർത്താവെ ദൈവരാജ്യത്തിന് വേണ്ടി കർത്താവെ പ്രയോജനപ്പെടുന്ന നിലവാരത്തിലേക്ക് ഞങ്ങളുടെ തലമുറകളൊന്ന് എത്തപ്പെടേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ദൈവത്തിന്റെ ശക്തിയുടെ അഭിഷേകം ഇറങ്ങി വരുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെ നിവർത്തിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ വിശാലതയിലേക്ക് ദൈവം കൊണ്ടുവരുന്നതിനായി സ്തോത്രം. നരയാണികൾ വഴുതി പോകുവാൻ ദൈവം സമ്മതിക്കാതെ ദിവസങ്ങൾ കാലിന്റെ മേൽ ബലം കൊടുത്ത് കർത്താവെ, ശരീരത്തിന്റെ മേൽ ക്ഷീണമുള്ളവർക്ക് ബലത്തെ കൽപ്പിച്ചാക്കി നരയാണികൾ വഴുതി പോകാതെ കാലടി വെക്കേണ്ടതിന് വിശാലത കൊടുക്കുന്ന ദൈവം ഞെരുക്കത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് വിടുവിച്ച് കർത്താവെ വിശാലതയിലേക്ക് കൊണ്ടുവരുന്ന കർത്താവെ ദിവസങ്ങളാക്കി മുന്നോട്ട് ദൈവം നടത്തണമേ. കർത്താവെ, ജനുവരി മാസം 1-ാം തീയതി കർത്താവ് 2021 തുടങ്ങുമ്പോൾ തന്നെ കർത്താവെ ആ വിശാലത ഹാലലിയ ഞങ്ങളുടെ വിഷയത്തിന്റെ മുമ്പിൽ ഞങ്ങൾ കർത്താവിന്റെ നാമത്തിൽ കൽപ്പിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ ശക്തി കൊണ്ട് ആരംഭിക്കി കർത്താവെ, ഞങ്ങളുടെ വഴികളെ കുറവ് തീർക്കുന്ന ദൈവ സാന്നിധ്യം അനുഭവിച്ച് ഹാലലിയ കർത്താവെ മുന്നോട്ട് വിടുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ കർത്താവെ, ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ദൈവം ഞങ്ങളെ ഞങ്ങളോട് എതിർക്കുന്നവർക്ക് മീതെ ദൈവം ഞങ്ങളെ ഉയർത്തി ദൈവത്തിന്റെ പ്രവർത്തി ദൈവം തെളിയിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇസ്രായേലിനോട് ദൈവം പറഞ്ഞതുപോലെ ഇസ്രായേലോ യഹോവയാൽ നിത്യരക്ഷയ്ക്കായിട്ട് രക്ഷപ്പെടും, നിങ്ങൾ ഒരു നാളും ലജ്ജിക്കില്ല, അമ്പരന്ന് പോകുകയില്ല. ഞങ്ങൾ ലജ്ജിക്കത്തില്ല കർത്താവെ, ഞങ്ങൾ അമ്പരന്ന് പോകുകയില്ല. കാരണം ഞങ്ങൾ സേവിക്കുന്ന ദൈവം, ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം ഹാലലിയ ലജ്ജ ധരിപ്പിക്കുന്ന ദൈവമല്ല, മാനമണിയിക്കുന്ന ദൈവമായിരിക്കുക ഈ ദിവസങ്ങൾ കർത്താവെ. ഹാലലിയ ദൈവമേ, അവിടുന്ന് മാനമണിയിക്കുന്ന ദൈവമേ. എന്റെ കർത്താവിന്റെ വലിയ പ്രവർത്തി ദൈവം ചെയ്തെടുക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, പ്രയർ ലൈനിലായിരിക്കുന്ന ഓരോ ദൈവമക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി ദൈവം തീർക്കുന്നതിനായി സ്തോത്രം. വലിയ അത്ഭുതങ്ങളെ ദൈവം ചെയ്യണമേ അവരിലൂടെ കർത്താവെ. ഹാലലിയ അടിയിലൂടെ കർത്താവ്, ഞങ്ങളുടെ കുടുംബത്തിലൂടെ കർത്താവ്, ഞങ്ങളുടെ ഓരോ വ്യക്തി ജീവിതങ്ങളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ മഹത്വം എടുത്ത് താൻ വലിയവനെന്ന് തെളിയിച്ചുകൊണ്ട് എന്റെ കർത്താവ് മുന്നോട്ട് പോകണമേ. കർത്താവെ, ഞങ്ങളെ ദൈവത്തിന്റെ കർത്താവെ ബലമുള്ള ഭുജങ്ങളുടെ കീഴിൽ ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന്റെ രാശിയിൽ കൂടി അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം നമ്മളോട് ദൈവം സംസാരിച്ചു. കർത്താവ് രാശിയെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓരോ വാക്കുകളും എത്രയോ ശ്രേഷ്ഠമാകുന്നു. അത് വളരെ ശ്രദ്ധേയമായ വാക്കുകളാണ്. ഇന്നത്തെ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വിശാലതയുടെ വിഷയങ്ങളാണ്. യബ്ബേസിന്റെ വിശാലതയ്ക്കുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുക്കുമായിരുന്നു. യഥാർത്ഥ ദിനകരൻ അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പം കുറച്ച് വർഷങ്ങൾ 7 വർഷം കഴിഞ്ഞപ്പം ദൈവം അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ നിനക്ക് വേറെ ഒരു ഹൃദയം തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്റെ ആത്മാവിനെ അവിടെ വെക്കുമെന്ന് പറഞ്ഞു. ഒരു വേറെ പ്രവൃത്തിയൂടെ ചെയ്തിട്ട് ആ വിശാലതയിലോട്ട് കൊണ്ടുവന്നു. അപ്പം അല്ലെങ്കിൽ അത് ഒക്കത്തിലായിരിക്കും ചിലവർ. പക്ഷേ ദിനകരൻ അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ അത് ഒക്കത്തെ തനിച്ചുള്ള ഒരു കാര്യം എബേസ് പറഞ്ഞതുപോലെ പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ വേറെ വല്ല കുഴപ്പം വിശാലതയ്ക്ക് പകരം ഒന്നുകൂടി ഞെരുക്കമായിരിക്കാം ഉണ്ടാകാൻ. അതുകൊണ്ട് വിശാലത വരിക എന്നുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ആദ്യം ദൈവം ഈ കാര്യങ്ങളോട് ചെയ്തു. അത് തന്നെ ആ മോശയുടെ കൈയോടുകൂടെ ദൈവത്തിന്റെ കൈ ഉണ്ടായിരുന്നു പറഞ്ഞപ്പം മോശ കൈ നീട്ടിയൊക്കെ തന്നെ ഈ സാധനങ്ങളെ കിടപ്പുണ്ടായിരുന്നു. ഈ സമുദ്രത്തിനടിയിൽ കിടപ്പുണ്ടായിരുന്നു. അവനെ കുത്തി അവനെ തകർത്തിട്ട് ആ ദൈവത്തിന്റെ ജനത്തിന് ആ വഴി ഒരുക്കി കൊടുത്ത് അവരെ തകർത്ത് കളഞ്ഞു. അതുകൊണ്ട് ദൈവത്തിന്റെ ജനത്തിന് എപ്പോഴും ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം. ദൈവം പറയുന്നത് പോലെ നാം ചെയ്യുമോ, അതാ ദൈവം നോക്കുന്നത്. ദൈവം ഒരു സജഷൻ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ അംഗീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആ കാര്യം ദൈവം അങ്ങ് നടത്തിക്കോളും. ദൈവം നടത്തുകയാണെങ്കിൽ എല്ലാം ശുഭമായിരിക്കും. അതിനകത്ത് ഒന്നിനും ഒരു സന്തോഷമായിരിക്കാം. വലിയ സന്തോഷത്തോടെ സന്തോഷത്തോടെ എത്തിയ കാര്യം പറഞ്ഞല്ലോ, വലിയ സമാധാനത്തോടെ എത്തി ആ ശേഖരത്തിലെത്തി. അപ്പോൾ ആ ദൈവത്താലേ അത് കഴിയത്തുള്ളൂ. ആ സമാധാനം ഇല്ലെങ്കിൽ വലിയ ഭീതിയും വലിയ ആദിയും എപ്പോഴും പരിഭ്രമവും എന്തായിത്തീരുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തിയിൽ കൂടിയുള്ള വിശാലതയാണോ? ഒന്നും പേടിക്കണ്ട. ഇപ്പൊ നമുക്കും ഒരു വിശാലത വേണം. ഈ വിശാലത ഇപ്പം പ്രയർ ലൈനില് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഓരോ വിശാലത വേണം എന്നുള്ളത് ഒരു വിഷയം അങ്ങനെ തന്നെയും ഈ പ്രയർ ലൈനിൽ ഒരു വിശാലത വേണം. 2020 കർത്താവ് ഇത് ആരംഭിച്ചത്. അപ്പം
ഈ 2021 കുറച്ചുകൂടി ഒരു വിശാലത വേണം. അപ്പൊ ഇന്ന് 1-ാം തീയതി ആയപ്പോ തന്നെ ഈ ഇംഗ്ലീഷ് വർഷത്തിന്റെ ടൈം ഒരു 4 മണിക്കൂറാക്കി. അപ്പൊ 2 4 ഇപ്പൊ. അപ്പൊ ഇനി അത് 24 hours ആക്കിയിട്ട് അതിലേക്ക് ധാരാളം യുവജനങ്ങള് ഈ രാജ്യത്തു നിന്ന് വരണം. അത് പെന്തക്കോസ്തുകാർ വരണം, സമുദായക്കാർ വരണം, ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ വരണം, ദൈവം ഇല്ല എന്ന് പറയുന്നവർ വരണം. അങ്ങനെ അനേകം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനമാണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ അതിനകത്തുനിന്ന് യുവജനങ്ങളാണ് കിടക്കുന്നത്. ആ യുവജനങ്ങള് വലിയൊരു കൂട്ടം ഈ പ്രയർ ലൈനിൽ വന്നിട്ട് ദൈവത്തിങ്കിൽ നിന്ന് വലിയ ശക്തി പ്രാപിച്ചിട്ട് ഈ പ്രയർ ലൈനിന് അങ്ങനെ വിശാലത കൊണ്ടുവന്ന് അത് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലോട്ട് ഈ വരുന്ന ആൾക്കാരെ സുവിശേഷ ദൂതുമായിട്ട് എത്തിക്കണം. അറിയാം, ഈ അമേരിക്കയില് മാത്രമല്ല ഇത്, ഈ കാനഡയിലൊക്കെ അനേക ഹോളുകൾ വെറുതെ കിടക്കുക, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവ് അവർക്കില്ല. അതുകൊണ്ട് ഹിന്ദുക്കളോ അല്ലെങ്കിൽ മുസ്ലിങ്ങളോ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി അത് വാങ്ങിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്, അതുകൊണ്ട് അതൊക്കത്തില്ല. അവിടെ ഇവിടുന്ന് യുവജനങ്ങൾ അവിടെ പോയി അവരെ ഏൽപ്പിക്കണം, അവരെ ഉയർത്തിച്ചോണ്ട് വരണം, ഒരു വിശാലത വരണം. യൂറോപ്പിലേക്ക് അയക്കണം. യൂറോപ്പൊക്കെ കോവിഡ് അയച്ച് കർത്താവ് ഒരു പരിവാക്കിയിട്ടേക്കുക. ഇല്ലായിരുന്നെങ്കിൽ അവിടെ ഒരു കാവൽ ബാലാകെന്ന് പറഞ്ഞ പരപിശാചിനെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അവരുടെ ലക്ഷ്യം പോയി. യൂറോപ്പ് മുഴുവൻ ക്രിസ്ത്യാനികളായിരുന്നു, നല്ല ആൾക്കാരായിരുന്നു. ഇപ്പൊ പിശാചിനെ ആരാധിക്കുന്നവരുണ്ട്. അപ്പം അതിനെ ഒക്കത്തില്ല, അത് സമ്മതിക്കരുത്. ഒരു വലിയ വിശാലത നമുക്ക് ഉണ്ടാകണം ആ രീതിയിൽ. അപ്പൊ ആ വിശാലത നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു പ്രയർ ലൈനെ എങ്ങനെയെങ്കിലും ഒരു വലിപ്പത്തിൽ കൊണ്ടുവരിക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു പ്രയർ ലൈൻ കർത്താവിനെ ആശ്രയിച്ച് തുടങ്ങാൻ കർത്താവിന്റെ ദാസനെ കൂടി തോന്നിച്ചു. അപ്പം നമ്മളൊക്കെ ആ ഭാഗവക്കാരുടെ ദൈവം കൊണ്ടുവന്നു. ഇനിയിപ്പം നമുക്ക് അടങ്ങിയിരിക്കാനൊക്കത്തില്ല. മരണം വരെ ഒരു പൊരിഞ്ഞ യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. യുദ്ധം എന്ന് വെച്ചാൽ തീവ്ര യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. ഉപവാസവും പ്രാർത്ഥനയാണ് നമ്മുടെ യുദ്ധത്തിന്റെ മെയിൻ ആയുധം. അതങ്ങോട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ പിശാചിനോട് നമ്മൾ പൊരുതി നിശ്ചയമായിട്ട് ഈ പ്രയർ ലൈനിൽ ഒരു വിശാലത വന്നിരിക്കും. ദൈവം അത് വരുത്ത കാര്യം ദൈവത്തോടാ, പ്രപഞ്ച സൃഷ്ടിതാവിനോടാ ഈ കാര്യങ്ങൾ അപേക്ഷിക്കുന്നത്. ഈ പ്രയർ ലൈനിൽ നിന്ന് തെക്കേ അമേരിക്കയിൽ മോഹിച്ച അനേക രാജ്യങ്ങളുണ്ടല്ലോ, അവിടെ സുവിശേഷം നമുക്ക് എത്തിക്കുകയല്ല, അവിടെ ഉള്ള അവർക്കൊക്കെ അറിയാം. പക്ഷേ അതൊന്നും പോലെ ആ രീതിയല്ല. യഥാർത്ഥമായ സുവിശേഷത്തിന് അധീനരായിട്ട് അവർ തീരണം. അതിനുവേണ്ടി നല്ല ശക്തിയുള്ള വ്യക്തികളെ കൊണ്ടുവിടണം. അത് തന്നെ ഏഷ്യയിലോട്ടും വിടണം, സൗത്ത് ഏഷ്യയിൽ വിടണം. ഓൾ വേൾഡിൽ ഇതിന് ഒരു പ്രാതിനിധ്യം ഈ പ്രയർ ലൈൻ മുഖേന ദൈവത്തിന്റെ നാമം ഉയരണം. നമ്മൾ പ്രയർ ലൈനിന്റെ നാമം ഉയരുകയല്ല, ദൈവത്തിന്റെ നാമം ഈ പ്രയർ ലൈനിൽ കൂടെ ഉയർന്ന് അതാ നമ്മുടെ വിശാലതയുടെ ലക്ഷ്യം. നമ്മളിപ്പോഴും നോക്കുന്നത് നമ്മുടെ കർത്താവിന്റെ യുദ്ധമാണ് നമ്മൾ ചെയ്യുന്നത്. ആ യുദ്ധം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കും, നമുക്ക് വലിയ മഹിമ ലഭിക്കും. അതൊക്കെ താമസമില്ല, കർത്താവൊക്കെ തരും. ഇങ്ങനെ ഞാനും പറഞ്ഞു പോയി കഴിഞ്ഞാൽ കർത്താവിന്റെ ആദ്യം ശുശ്രൂഷയും കൂടുതൽ സമയം ഞാനങ്ങ് എടുത്തു പോകും. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ചുരുക്കട്ടെ. കർത്താവിന്റെ ആദ്യം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, കുടുംബത്തെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബം അത് കർത്താവ് നിലനിർത്തി തപ്പിച്ചാൽ എത്തി നോക്കാൻ അനുവദിക്കരുത്. നമുക്ക് കൂട്ടായ പ്രാർത്ഥനയിൽ ഒരുമിച്ച് എന്നുള്ള യുദ്ധമായത് അന്യോന്യം ഭാരങ്ങളെ ചുമന്ന് മുന്നോട്ട് പോകും. ഒരു ശത്രുവിന് നമ്മളെ ഒന്നും ചെയ്യാനൊക്കെ തരാം. താൻ രാജ്യപതിയുടെ കയ്യിൽ വരച്ചു കഴിഞ്ഞാൽ, അത് കവർത്തി കഴിഞ്ഞാൽ താമ്പോട്ട് പോകത്തില്ല. വരച്ചാൽ അവിടെ ഇരിക്കും, അത്രയും ഉള്ളൂ. നമ്മൾ ഉള്ളം കൈ വരച്ചിരിക്കുന്നതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയല്ല കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് ശിഷ്യന്മാർക്ക് പറഞ്ഞു, തന്നിരിക്കുന്ന എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു കൊടുക്കാൻ ആർക്കും കഴിയുകയില്ല, അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വരികയും പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു കൊടുക്കാൻ ആർക്കും കഴിയുകയില്ല. നമ്മൾ 100% കർത്താവിന്റെ കയ്യിൽ സുരക്ഷിതരാണ്. ഒരു ബാധയും നമുക്കെടുക്കത്തില്ല. ഇനി സംസാരിക്കാൻ പോകുന്ന അർത്ഥം അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷി നമ്മൾ കേൾക്കാൻ പോവാണ്. കർത്താവിന്റെ വിജയദാസൻ മാസ്റ്റർ സജി ജോർജും അദ്ദേഹത്തിന്റെ വൈഫ് ഗിരിജയായും കൂടെ പിറ്റ്സ്ബർഗിൽ നിന്ന് ഉള്ള ആൾക്കാരാണ്. അവരെ ഇപ്പോൾ ലൈനിൽ വരും. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും ദൈവം അവരെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. കർത്താവ് നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ.